വിരുദ്ധപ്പെട്ട പോയി കിടക്കുക. ആ എന്നിട്ടാ കാര്യങ്ങളൊക്കെ ഒക്കെ അല്ലേ? ഒരു ശവാടക്കിന് പോണെന്ന് പറഞ്ഞാൽ രജിസ്റ്റർ അകത്തിടന്ന് കയറി പിടിക്കുക. ഒന്ന് വേഗമായി ചോദിട്ടാ. അമ്മാമ്മയുടെ കുഴിമാടത്തിൽ നിന്ന് അപ്പാപ്പനൊന്ന് വരണ്ടാ. എനിക്കിപ്പോ മുതൽ മൂപ്പര് വേറൊരു മൂടില്ല. എന്റെ ആളെവിടെ? സാധനകത്തുണ്ട്. ആ ദേ ഇരിക്കണ്. ഈ പ്രാർത്ഥന എമ്മടിക്ക് അങ്ങനെ പോട്ടാ. ഒരു സെറ്റപ്പിൽ പിടിച്ചെടുത്തേക്ക ഞാൻ. ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറ മൂപ്പരുടെ ശവാടക്കില്. ഒന്നും വിളിക്കുന്നേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് അപ്പാപ്പാ. വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വേണ്ടെന്നേ, അമ്മാമ്മയെ ഓർമ്മിക്കുന്നേ. അമ്മമ്മ മരിക്കുന്നതിന് മുമ്പ് അപ്പാപ്പനിട്ട് കൊടുത്ത മാലയാ. കണ്ട സ്നേഹം. പണയം വെക്കാൻ ചോദിച്ച തരുടി നിന്റെ മാല. അല്ല ആലിസന്നി പിള്ളേരൊന്നും വന്നില്ലേ പോളേട്ടാ? എന്തുകൊണ്ടാടാ ഈ കോലത്തിൽ അപ്പന്റെ രണ്ടാംകെട്ട് കാണാനാ? ഇവൻ ഒറ്റൊരുത്തനെ ഇതിന്റെ പിന്നില് വെറുതെ ഇരുന്ന അപ്പനെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട്. നല്ല കാര്യം നടക്കാൻ പോണേന്റെ ഇടയില് ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് വെറുതെ ടെൻഷൻ ആക്കല്ലേ പോളിയാലേപ്പാ. ജോയേ, ആ ഇങ്ങടെ വന്നേ. ആ എന്തേ? എനിക്കൊരു നാണം. എന്തിട്ട്? ഗ്രേസിയെ കമ്പ്യൂട്ടറിലല്ലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ടല്ലേ നേരിട്ട് കാണാൻ പോണേ. അത്രേ ഉള്ളോ? അപ്പാപ്പനോട് ഇറങ്ങിയേ. ഇറങ്ങ. ആ അതന്നെ പോലത്തെ കളി വെച്ചോളോ. കയ്യമ്മ പിടിച്ചു വലിക്കില്ലെന്ന് കയ്യിന്ന് വിട്. ജീൻസ് ഇട്ട് ശീലമില്ലാത്തോണ്ട് ആകെ ഒരു ബുദ്ധിമുട്ട്. മുണ്ടെടുക്കാറുന്നല്ലോ. ഗ്രേസിക്ക് ജീൻസാ ഇഷ്ടം. എന്റെ ലുക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ അല്ലേ? കംപ്ലീറ്റ് ഓക്കെയാണ്. ഇങ്ങോട്ട് വായോ. നിക്ക് ഒരു സെക്കൻഡ്. ഹന്നാമ്മ എല്ലാം പറഞ്ഞതുപോലെ നീ എന്നെ അനുഗ്രഹിക്കണം. ഗ്രേസി എവിടെ? അകത്തുണ്ട്, വെയിറ്റിംഗ് ആണ്. ഓഹോ, അമ്മാമ്മയുടെ ഓർമ്മമാല ഒരു പോക്കറ്റ് എന്തിനാന്ന് മനസ്സിലായി ചേച്ചിക്ക്. ആ ഓർമ്മ കഴിഞ്ഞൂന്ന്. ഇനി ഗ്രേസ് ചേച്ചിയുടെ ടൈം. ഗ്രേസി നാടകം കളിക്കാണ്ട് വന്ന് ഒപ്പിടണ്ട. ആരൊക്കെ സാക്ഷികള്? എന്താ റൈസാളെ പറയണേ? മിണ്ടണ്ടിരുന്നേ. മൂപ്പർക്ക് ഒരു ശവടക്കിന് പോണ്ടതാണ്. ഞാനും എളപ്പനും കൂടി സാക്ഷി ഒപ്പിടാം. ഇവിടെ എന്തൊരു സുഖ. ഫസ്റ്റ് മാരേജിൽ കുട്ടികളുണ്ടാ? എന്താ കുട്ടികൾ വേണോ? കുട്ടികൾ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാടാ. എന്റെ സ്വഭാവത്തിന് ശരിക്കും അറിയില്ല. ഒരു രണ്ടാം കെട്ടുകാരന്റെ വിഷമം എങ്കിലും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് മനസ്സിലാവും. അങ്ങനെ തന്നെ. എവിടെ ഒപ്പിടണ്ടേ? ഇവിടെ. ആ സോറി കേട്ടോ, മൂപ്പര് ആദ്യമായിട്ട് രണ്ടാമത് കെട്ടണേ, അതിന്റെ ടെൻഷനാ. എളുപ്പാ കേട്ടോ. ആരാ മരിച്ചേ? രജിസ്ട്രാറെ നൈബറാ. എന്ത് പറ്റിയേ? ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനായിരുന്നേ. ഇന്നലെ ഇതുപോലെ ഇവിടെ വന്ന് സെക്കൻഡ് മാരേജിന് ഒപ്പിട്ട് പോയ ആളാ. വീട്ടിലെത്തിയില്ല, അപ്പോഴേക്കും കഴിഞ്ഞു. അയ്യോ എന്താ പാപ്പാ? എനിക്കൊന്നുമില്ല. ആ ചെറ്റയോടൊന്ന് വായടയ്ക്കാൻ പറ. വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ വന്നി. ഒന്നുമില്ല, പെണ്ണ് കെട്ടിന്റെ അസൂയ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെയാണ് ഗ്രേസി. ഒരു ഏജ് കഴിഞ്ഞ് റെഗുലർ ചെക്കപ്പ് ചെയ്യണം. എല്ലാവർക്കും അവർ ഹെൽത്തി ആയിട്ട് തോന്നും, അതാ പ്രോബ്ലം. ഓ, ഒരു നേഴ്സിനെ കെട്ടിയോണ്ടുള്ള ഗുണം കണ്ട അപ്പാപ്പ. അപ്പാപ്പന്റെ ലൈഫിലേക്ക് കേറി വന്നിട്ടുള്ള മാലാകയാണ് ഗ്രേസി അമ്മാമ്മ. ഞാൻ ഇത് ഉടക്കിട്ടോ. ആവശ്യം കിട്ടാ ഈ അപ്പാപ്പന്റെ കാര്യം. ഇനി എല്ലാരും മധുരം കഴിച്ചേ. ആഘോഷമായിട്ട് പള്ളിയിൽ വെച്ച് നടത്തുന്ന ചടങ്ങായിരുന്നു അല്ലേപ്പാ? തന്നെ എനിക്കാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്. എന്റെ അമ്മേ, കുറച്ച് കഴിക്ക്. ഇതൊരു ചടങ്ങല്ലേ? നോക്കിയാ ഇത് പൂരപ്രാന്തനാട്ടാ. നിങ്ങള് സൗത്ത് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ നമ്മുടെ തൃശ്ശൂർ പൂരമായിരിക്കും അല്ലേ പാപ്പാ? ഹോളികളെപ്പനെ സമ്പോട്ടും പിടിച്ചിട്ടില്ലേട്ടാ. വയസ്സാവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും ടൈമില്ലല്ലോ. നമ്മളെന്തായാലും അപ്പാപ്പന്റെ കൂടെയാടി.
അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിയെന്നും പറഞ്ഞ് തറവാട് വീട് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് എളപ്പന്. അത് ഞാൻ സമ്മതിക്കില്ല. ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകും. അപ്പൊ വീട് ഭാഗം വെക്കണ്ടേ? എന്റെ കർത്താവേ, തൃശ്ശൂര് മാത്രം ജീവിച്ചാ പോരാ, ലോകം മുഴുവൻ കാണണമെന്ന് പറഞ്ഞ അപ്പാപ്പനെ കൊണ്ട് ഈ പണിയെല്ലാം ചെയ്യിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ? പിന്നല്ലാണ്ട് നിന്നെ കെട്ടി പോലത്തെ ഒരു അബദ്ധം ഇനി ഞാൻ ചെയ്യില്ലട്ടാ. പണി പാൽവെള്ളത്തിലാ. ഡേയ്, നീ വേഗം റെഡി ആയിക്കോ, പിന്നെ ഞാൻ ഓഫീസിൽ വിടാം. പിന്നെ വണ്ടി ഞാനൊന്നും എടുക്കൂട്ടോ, ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാവേ. ഡേയ്, നീ ആ ബ്ലൂ കുർത്തിട്ടോ, അതാവുമ്പോ നിനക്ക് നന്നായിട്ട് ചേരും. പോവാം. ഹായ്, ഞാൻ പറഞ്ഞില്ലേ നന്നാവുന്ന്. ഗംഭീരായിട്ടുണ്ടേ. അതെ, നിന്നെ ഞാൻ വന്ന് വൈകുന്നേരം പിക്ക് ചെയ്താലോ? വരുവോ? പിന്നെന്താ, വരൂലോ. കളർ വെച്ചിട്ടുണ്ടാ നീ? അതെ, ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു 5,000 മണീസ് ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടാ. എന്നതാ ജോയ് ഇത്? വാടക കൊടുക്കാൻ വെച്ചിരുന്ന പൈസ അത്. കോട്ടയത്ത് നിന്ന് വന്നിട്ട് ഇത്ര നാളായി, ഇപ്പോഴും എന്നതാ ജോയി ചെയ്ത്. തമാശ കള ജോയ്. ഡേ നിക്ക്, ഈ വാടക 1-ാം തീയതി കൊടുത്താ പോരെ, അതിനു മുമ്പ് തിരിച്ചു തരാന്ന്. നോക്കിയേ, ഫാക്ടറിയിൽ കൂലി കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിനായിരുന്നു ഈ കള്ള സ്നേഹം അല്ലേ? ദേ, എന്റെ സ്നേഹത്തിന് മാത്രം നീ ചോദ്യം ചെയ്യരുതിട്ടാ. നമ്മള് ഇന്നോവേറ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ബിഗിനിങ് സ്റ്റേജിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമുക്കൊരു ടഫ് പീരീഡ് ആണ്. ബട്ട് വൺ ഡേ വരും. നീ നോക്കിക്കോ മോളെ, നമ്മുടെ പുണ്യാളൻ അഗർബത്തീസ് ക്ലിക്ക് ആവും. ഇത് ഞാൻ കൊറേ ആയി കേട്ടു തുടങ്ങിയിട്ട്. ബാങ്കിൽ നിന്ന് കുര്യൻ സാറ് വിളിച്ചിരുന്നു ഇന്നലെ. ജോയ് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അയാൾ ആള് ശരിയല്ലടി. 4 വട്ടത്തെ EMI മുടങ്ങിയെന്നും പറഞ്ഞ് 40 വട്ടം വിളിക്കും. വൃത്തിയാട്ടവൻ. മനുഷ്യരെ കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ, നീയൊക്കെ തരണ പോലെ. സാറിനെ ചെന്നൊന്ന് കണ്ടേക്ക്. അപ്സെറ്റ് ആയിട്ടാ വിളിച്ചിരുന്നേ. സാറിന് റിസ്ക് തന്ന ലോണല്ലേ? കണ്ണാടി വീട് ജോയ്, എനിക്ക് പോവാൻ ലേറ്റ് ആയി. ഇതൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. മാസായിട്ടാ. അപ്പാപ്പന്റെ കെട്ടൊക്കെ കഴിഞ്ഞ? അതൊക്കെ ഗംഭീരായിട്ട് കഴിഞ്ഞു. ജോയിയുടെ ചന്ദനത്തിന് സംഭവം കൊള്ളാട്ടാ. നല്ല മണം. കത്തിച്ചവന് ഒറ്റ കൊതുവില്ല. അതാണ് നമ്മളെ അമ്മാതിരി ടെക്നോളജി അല്ലേ പിടക്കണ ശാന്തേച്ചിയെ. എന്നാ ഒരു 5-6 പാക്കറ്റ് കൊണ്ടാ ജോയിയെ, വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോ. അയ്യോ, കുറച്ച് ദിവസത്തെ ഡിലേ വരൂട്ടാ. കാരണം റോ മെറ്റീരിയലിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട്. ദേവസായിട്ടുള്ള കേസ് തീർന്നിട്ടില്ലല്ലോ. ശരി എന്നാ പിന്നെ വൈകിട്ട് കാണാട്ടാ. കാണാപ്പോ. എന്താ ഈ റോ മെറ്റീരിയൽസ്? ചാവണല്ലോ, കൊല്ല്. എടുക്കാണ്ട് കളിക്കാതെ. ജോയിട്ട പേട്ട പേർ പണിക്കാർ കിട്ടില്ല. മൊയിലാളി മോനെ, ഇത്തിരി നീങ്ങൊന്ന് പൊക്കോട്ടെ. ഞാൻ ജോലി ബുദ്ധിമുട്ടാവണ്ടാ. ആനപ്പെണ്ണം കിട്ടാണ് ഞങ്ങൾ എന്ത് പണിയാനാ? ഈ 2 മിക്കവാറും ഞാൻ കൊല്ലൂടാ. ശമ്പളം ചോദിക്കാൻ ഒരു മടിയില്ലേ. അത് ശരിയാ. എന്നാ എവിടെ തിന്നിട്ടാണെങ്കിലും സാധനം ഒപ്പിക്കണം. അതേറ്റു. നീ ചാവിങ്ങടുത്തേ. അമ്മയുടെ രാവിലെ 500 രൂപ വാങ്ങി പെട്രോൾ അടിച്ചാ. ഒല്ലൂർ ഇന്ന് പെണ്ണ് കാണാൻ ജോയേട്ടനും വരാന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? അത് ഉച്ചക്കല്ലേ? എടാ, നമ്മുടെ ആനുള്ള ലിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അവിടെ. ചുരുട്ടിക്കുട്ടി വെച്ചേക്ക. പരമേശ്വരൻ, കുട്ടുപനായര്. ഇയാളൊന്നും ചത്തില്ലാവോ? ഇതെന്തൊട്ട് തേങ്ങയുടേത്? തൃശ്ശൂരിൽ നിന്ന് ഒറ്റ പുതിയ ആനമലയാളിമാർ ജനിക്കണല്ലേ. ഇനി മറ്റുള്ള അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പെട കിട്ടും. ഗിഫ്റ്റ് ഓഫ് ഗോഡ്. മാഷ്ക്കും ടീച്ചർക്കും ഇപ്പോഴും നിന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ടാ തോന്നണേ. ജോയേട്ടാ, 16 കൊല്ലം കാത്തിരുന്നുണ്ടായ പൊൻകുഞ്ഞ ഞാൻ. അതേ തൊട്ട് കളിക്കണ്ട. പൊൻകുഞ്ഞ് വണ്ടിക്ക് കയറ്, അല്ലെ വെയിലടിച്ച കരിങ്കുഞ്ഞാവും. ഞാനെടുക്കണോ ജോയേട്ടാ? ഒരു സ്ഥലത്ത് നിൽക്കുമ്പോ ഒരു വെയിറ്റ് ഉണ്ടാവും. അതൊക്കെ ഓൾഡ് ഫാഷൻ അല്ലടാ. നമ്മുടെ നടൻ മമ്മൂട്ടി ചുള്ളൻ, പുള്ളി വരെ സെൽഫ് ഡ്രൈവിംഗ് ആണ്. ഡ്രൈവർ പിണ്ടിട്ട പോലെ അടുത്തിരിക്കും. നീ കേറിയേ ഉണ്ണിയാളാ. വണ്ടി ബാക്ക് എടുത്ത് വിറ്റാളെ കൊന്നാലോടാ. ഒരു ദരിദ്രവാസി മുതലാളി വന്നിരിക്കുന്നു. നീ ഇങ്ങോട്ട് വായോ. പണിയൊന്നുമില്ലാണ്ട് വെറുതെ ഇരിക്കാനേ. ഇത് നിയമസഭയൊന്നുമല്ലല്ലോ. ഇനി വേറെ സ്ഥലത്ത് ചെന്നാ പണിയെടുക്കേണ്ടി വരുവോ? സംഗതി കൊള്ളാലോ. എന്നാലും ചന്ദനത്തിരി പോലൊരു ബിസിനസ് എന്ത് ലാഭം ഉണ്ടാവാനാ ജോയെ? അതെ, ഇതാണ് നമ്മുടെയൊക്കെ വേറൊരു മിസ്കൺസെപ്ഷൻ.
ഇന്ത്യയിൽ മാത്രം 4000 കോടി രൂപയുടെ ഇൻഡസ്ട്രിയാണ് ഈ അഗർബത്തീസിന്റെ. അതിന്റെ 1% കിട്ടിയ പോരെ. കംപ്ലീറ്റ് എക്സ്പോർട്ടാണ്, എക്സ്പോർട്ട്. ആ ഞാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് തൃശ്ശൂർ ടൗൺ അല്ല, കേരളമല്ല, ഇന്ത്യയല്ല, വേൾഡ് മാർക്കറ്റാണ്. അമേരിക്കയിലെ മലയാളി, ദുബായിലെ മലയാളി, ലണ്ടനിലെ മലയാളി, നൊസ്റ്റാൾജിയ കംപ്ലീറ്റ് അവർക്കല്ലേ. ഒരു ഹിന്ദു ഇതങ്ങോട്ട് കത്തിക്കുമ്പോ അവര് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരു വഴിപാട് കഴിച്ചതിന്റെ ഫീലല്ല എന്റെ കൃഷ്ണേട്ടാ. ക്രിസ്ത്യാനികൾ ഇത് കത്തിക്കാത്ത ഒരു ഫ്യൂണറൽ ഉണ്ടായിട്ടുണ്ടാ? മുസ്ലിങ്ങളുടെ അവരുടെ റിലീജിയന്റെ ഭാഗം തന്നെയാണ് ഈ ചന്ദനത്തിരി. അറിയോ കൃഷ്ണേട്ടന്? നിങ്ങളുടെ കാശൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. നിങ്ങളുടെ ആനോളുടെ ആ പിണ്ടം, അതും ആ ദേവസ്വത്തിന്റെ കേസ് തീരുന്നവരെ മാത്രമേ ഉള്ളൂ. ഒരു ഹ്യൂമാനിറ്ററി സർവീസ് ഒന്ന് ചെയ്തു തന്നൂടെ കൃഷ്ണേട്ടാ? ചിമിച്ചേട്ടാ, ജേട്ടൻ. ആ അതേരാ, ഇതിലിപ്പോ എന്തുട്ടത്ര ആലോചിക്കാൻ? അടുത്ത കൊല്ലം പൂരത്തിന് കാട്ടാളം താമസിന് തെക്കോട്ടിറക്കത്തിന് ഉണ്ടാവും. അതൊരു തീരുമാന. ആ ഞാൻ അതേ ജയന്റെ അടുത്തെത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങളുടെ ലെറ്റർ കേട്ടില് ഒരു കൺസെന്റ് എഴുതി തന്നാ മതി. കോടതിയിൽ അത് ഗുണാവും. മായിട്ടെന്നാ ശരി എന്നാ കാണപ്പോ. ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ആരന്റെ 60 പറഞ്ഞേ? പാകിസ്ഥാനിൽ നിന്ന് ചോദിച്ചിട്ട് കൊടുത്തില്ലേ ഞാൻ? എന്നാ 60 കൊടുക്കും ഞാൻ. ആന എനിക്ക് വേണം. നീ ആ സാധനം വെച്ചേ. ആ ശരി ശരി. ആ തോമസ് ഏട്ടാ 10 മണിക്ക് വരാന്നിട്ട് ഇപ്പോഴാണ് വരണേ? ആ പോയതാ പുണ്യാളം ജോയിലടാ. അതെ, തോമസ് ഏട്ടൻ അറിയാവനെ? ജാതി പുല്ലേട്ടാ, നോക്കിയേ. ഈ കാലത്ത് സൈക്കിൾ റിക്ഷാന്ന് കേൾക്കുമ്പോ പ്രാക്ടിക്കൽ അല്ലല്ലോ എന്ന് കാട്ടാളം മുതലാളിക്ക് ചിലപ്പോ തോന്നാം. പക്ഷെ ഒന്ന് നോക്കിയേ, ഇങ്ങനത്തെ ഒരെണ്ണാണ് നമ്മുടെ പുതിയ ബിസിനസ് ഐഡിയ. യാത്രക്കാർക്ക് ഇരിക്കാൻ നല്ല ടോപ്പ് കുഷ്യനുള്ള സീറ്റ്, വായിക്കാൻ മാഗസിൻസ്, പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്. പക്ഷെ അതിന് എക്സ്ട്രാ വേറെ പേ ചെയ്യണട്ടാ. ഇതാണ് നമ്മുടെ കാട്ടാളൻ റിക്ഷാസ്. ഒരു ഓട്ടോറിക്ഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്തൊക്കെ ഫെസിലിറ്റീസാണ് നമ്മൾ കൊടുക്കണേ. ഇതൊന്നും ശരിയാവില്ലേ? നീ ഇത് കൊണ്ടുപോയ മോനെ. ഞാൻ പറയട്ടെ, ആദ്യം തന്നെ നമ്മള് ഗ്രാമങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും 5 കാട്ടാള റിക്ഷാസ് ഇറക്കണം. ഓട്ടോ കാശിന്റെ 3 കൊടുത്താ പോരെ. 1 രൂപയുടെ ലാഭം കിട്ടിയ കടലിൽ ചടന്ന ടീംസാണ് നമ്മുടെ നാട്ടുകാര്. അവരിതിൽ വീഴും. സിറ്റി ട്രാഫിക് അവിടെ ഇല്ലല്ലോ. അത് കറക്റ്റാ. ഒരു 10 കൊല്ലം കൊണ്ട് ഇന്ത്യ മുഴുവൻ കാട്ടാളന്റെ കൊടി പറപ്പിക്കണം നമുക്ക്. ഇവിടുത്തെ ട്രാൻസ്പോർട്ട് സെക്ടറിൽ നമ്മുടെ കാട്ടാളൻ റിക്ഷാസ് ഒരു റെവല്യൂഷൻ ഉണ്ടാക്കില്ലേ? അപ്പൊ കാശി മാത്രല്ല, ഇതിനകത്ത് സോഷ്യൽ സർവീസും ഉണ്ട്. ആ അത് മാത്രമേ ഉള്ളൂ. അല്ല, അങ്ങനെ ഒരു ഇമേജ് നമ്മൾ പുറത്തു വിടാവുള്ളൂ. ലാഭം വന്നോളും. നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത സക്സസ് ഉണ്ടായിക്കൊള്ളുന്നല്ല മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ വരെ പറയണേ. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ. എന്നിട്ട് എന്തിട്ടുണ്ടായേ? അവന്റെ അമ്മയുടെ കാട്ടാളൻ റിക്ഷാസ് 500 വണ്ടി ഉണ്ടാക്കിയിട്ട് അവസാനം ഇരുമ്പ് വിലയ്ക്ക് ഞാൻ തൂക്കി വിറ്റേ. അക്രമായല്ലോ. അവന്റെ മാർക്കറ്റ് തൃശ്ശൂരല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല എന്നൊക്കെയല്ല അവൻ പറഞ്ഞേ. ഉഗാണ്ടിൽ അവന്റെ മാർക്കറ്റ് ഉണ്ട. വഞ്ചരിക്കാൻ കേസ് കൊടുത്തിട്ടുണ്ട് അവന്റെ പേരില്. ഫ്രോഡ്. അവന്റെ വാചകടിയിൽ വീണോന്റെ ജീവൻ നായി നക്കി. ഞാൻ പറഞ്ഞില്ല അതുകൊണ്ട. കാശും പോയി കിട്ടോനെ. അനു, ഡേയ് ജോയ്, നീ ഇവിടെ ഇരിക്കുക. ഞാൻ ഫാക്ടറിന്ന് ഓഫീസിലേക്ക് വന്നപ്പോഴേക്കും നീ ഇങ്ങോട്ട് പോകുന്നു പറഞ്ഞു. അവിടെ വെയിറ്റ് ചെയ്യാറുന്നില്ല ഞാൻ പറഞ്ഞവരെ? പടിയിലങ്ങനെ തല ഇറങ്ങി വീണിരുന്നെങ്കിലോ? അത്രക്കൊന്നും ഇല്ല. ഓക്കെ. ഈ സമയത്ത് റെസ്റ്റ് വേണ്ടേ? കാലൊക്കെ വെച്ചോ? എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടാ. എന്നതാ? ഒരു സർപ്രൈസ് ഇങ്ങോട്ട് തരുമ്പോ വേറൊരു സർപ്രൈസ് അങ്ങനുണ്ട്. ജോയ് എന്നേക്ക് പറയുന്നേ? കൺഗ്രാറ്റുലേഷൻ, സെലിബ്രേഷൻ, ഇമാജിനേഷൻ. അല്ല, ഇയാൾക്ക് ഇപ്പൊ എന്താ പ്രശ്നം? അതൊക്കെ പറയാം. നീ ആദ്യം മധുരം കഴിക്കേ. 1 മന്തായി ഞാൻ നോട്ട് ചെയ്യണ നിന്റെ മോന്തയ്ക്കൊരു പെയിൽനെസ് ഇട്ടാ. ഈ ഒരു ഡേക്ക് വേണ്ടിട്ട് എത്ര നാളായി ഞാൻ കാത്തിരിക്കണമെന്നറിയോ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. നീ കഴിക്കേ. അയ്യടാ, ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. കുഞ്ഞിക്കാല് കാണാൻ വന്നേക്കുന്നു. അപ്പൊ നീ പ്രഗ്നന്റ് ആയിട്ടല്ലേ തല ചുറ്റി വീണേ? നീ ഛർദിച്ചു എന്ന് പറഞ്ഞല്ലോ കൂടെ വർക്കണ ഗർഭിണി പെണ്ണ്. 2 ദിവസമായിട്ട് 18 മണിക്കൂർ വെച്ചിട്ടാ ഞാൻ അവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്നത്. കൂടാതെ മന്ത്ലി ടാർഗറ്റ്സിന്റെ പ്രഷർ വേറെ. ജോയ്ക്ക് ഇത് വല്ലതും അറിയണോ? അത്രയുള്ളൂ? ഞാൻ വെറുതെ കൊറേ സ്വപ്നം കണ്ടുപിടിയേ. അത്ര ഉള്ളൂ എന്നാ? ഞാൻ തലയിറങ്ങി വിടാൻ നിങ്ങൾക്ക് അത്ര ഉള്ളൂ? കുഞ്ഞിക്കാല് കാണാത്രേ. ഇനി ഈ പ്രോബ്ലംസിന്റെ ഇടയിൽ കൂടെ ഒരു കുട്ടിയും കൂടെ കൊണ്ടുവരാത്തതിന്റെ കുറവേ ഉള്ളൂ. ആ റിസ്ക് എന്തായാലും ഞാൻ എടുക്കില്ല. എടുക്കണ്ടെങ്കിൽ ഉണ്ടോ? ഞാൻ വിചാരിച്ചു 2 മാസമായിട്ടൊന്നും നടന്നിട്ടില്ല. നീ ഇത് കഴിക്കേ, എന്തായാലും മേടിച്ചല്ലേ. എന്തായിരുന്നു എന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് പറഞ്ഞേ? ഒന്നുകിൽ അംബാനിയുടെ ഭാര്യ അല്ലെങ്കിൽ പ്രാന്തന്റെ ഭാര്യ.
ഉറപ്പാ അത് കഴിഞ്ഞിട്ട് മതി കൂട്ടി. മതി ഡേ നീ 10 ദിവസം ലീവ് എടുത്തോ ഈ പേരും പറഞ്ഞു നല്ല റെസ്റ്റ് കിട്ടുമല്ലോ. എന്നിട്ട് വേണോ ഉള്ള ജോലിയും കൂടെ പോവാൻ. ആകപ്പാടെ ഉള്ളത് മാസം കിട്ടുന്ന ശമ്പളം. അത് ശരിയാ ജോയേട്ടാ ആ എടേ ഞാൻ അങ്ങനെ നീന്തൽ പിടിച്ചേ ഭയങ്കര സ്പീഡാ. അഞ്ചേച്ചേ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ദേ ആശുപത്രി പോണെങ്കിൽ വണ്ടി താഴണ്ടിട്ടാ. നിന്നെ ഇന്ന് ഞാൻ നിങ്ങൾ വന്നേ നീ റെസ്റ്റ് ചെയ്തേനു. പച്ചമാങ്ങ വേണേ വീട്ടിലുണ്ടിട്ടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണ് ജോയേട്ടാ ഹാപ്പി അല്ലേ? ഇപ്പൊ ഹാപ്പിയാണ്. ആകെ പേടിച്ചുടാ സംഭവം മറ്റാണെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇല്ലേ ഒരു തേങ്ങയില്ലേ ഇത് ഓവർ സ്ട്രെയിൻഡാ. ഗ്രീനുവേ ഫസ്റ്റ് നൈറ്റിൽ ഞാൻ അനുവിന്റെ അടുത്ത് വെച്ച കണ്ടീഷൻ എന്താണെന്ന് അറിയാം നിനക്ക്? എന്തുട്ടാ മോളെ അനുവേ നമുക്ക് ഫസ്റ്റ് ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് 1 crore ബാങ്കിൽ ബാലൻസ് വേണട്ടാ. ഇതെന്റെ ഫൈനൽ ഡിസിഷൻ ആണ്. ഈ ഡയലോഗ് കച്ചതും അവളുടെ മോന്ത കണ്ണം ബൾബായി. നിങ്ങളെ പോലെ നിങ്ങക്ക് പറ്റൂ ജോയേട്ടാ. നിങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് പെണ്ണ് കാണാൻ പോയിട്ട് കംപ്ലീറ്റ് നാറ്റക്കേസായി. ഓ അത് ചോദിക്കാൻ മറന്നൂടാ. അതെന്താടാ പോയിട്ട്? പണ്ട് ജോയേട്ടൻ അനുസരിച്ചോട് പറഞ്ഞ പോലെ 1-2 ഡയലോഗ് ഞാനും കാച്ചു നോക്കി. പേറ്റ് കാണുമല്ലോ. തേങ്ങയാണ്. കുട്ടി പേടിച്ച് കരച്ചിലായില്ലേ? കുട്ടിയുടെ അച്ഛന്റെ തല്ലിട്ടായിരുന്നു എന്റെ ഭാഗ്യം. സാരില്ലടാ നിനക്കിനിയും ടൈം ഉണ്ടല്ലോ. ഗ്രീനുവേ ഞാൻ ഇത്ര ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചതിന്റെ കാര്യം എന്താണെന്നറിയാം നിനക്ക്? എന്നിട്ടാ കുട്ടിയോള് വലുതാകുമ്പോ ജോയേട്ടനെ എങ്ങനായിരിക്കാല്ലേ? പോടാ പോത്തെ അവിടെ നിന്ന്. ചെറുപ്പത്തിലെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കാനല്ലേ? നെവർ. പിന്നെന്തുട്ടാ ജോയേട്ടൻ തന്നെ പറ. നമ്മള് ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാൽ ഒരു ഗുണം എന്താ വെച്ചാ ഇൻ കേസ് ആ റിലേഷൻഷിപ്പ് വർക്ക്ഔട്ട് ആയില്ലാച്ചാലും നമുക്ക് വേറെ കെട്ടിക്കൂടാ. നമ്മള് സ്റ്റിൽ യങ്ങല്ലേ. അതേ മനസ്സിൽ വെച്ചാ മതി. അവിടെ ശ്രദ്ധിക്കണ്ട എടുത്ത് ചവിട്ടി കൂട്ടും. അനു മോളെ ഒരു 200 ഉണ്ട് അതിന്റെ കയ്യില്. ലഡുവിന്റെ കാശ് കൊടുത്തിട്ടില്ലടിയേ. എന്റെ ജോയേട്ടാ ആരാടാ സുധാകരന? അല്ല ഞാനാ ഗിരിയേച്ചി. എന്തുട്ടേ എടുത്ത പരിപാടി? നീയായിരുന്ന ജോയി എന്താ ഈ നേരത്ത്? ഈ നേരത്തല്ല വക്കീലിനെ ഒന്ന് സ്വസ്ഥായിട്ട് കാണാൻ പറ്റുള്ളൂ. ആളോടെ? അവളൊരു സിനിമയ്ക്ക് പോയിട്ട് എപ്പ ഇങ്ങോട്ട് വന്ന് കേറിയുള്ളൂ. ഒറ്റയ്ക്കാ? ഞാൻ പറഞ്ഞ കേക്കണ്ട എന്റെ ജോയിയെ. ഇവളൊരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കാന്ന് വെച്ചാ ഒരു എണ്ണത്തിന് അവൾക്ക് പിടിക്കില്ല. മോഡേൺ ടൈംസ് അല്ലേ ഗിരിയേച്ചി? വക്കീലിന് പറ്റിയൊരു ചുള്ളനെ നമുക്ക് എവിടെന്നെങ്കിലും കണ്ടുപിടിക്കാം. ഗിരിച്ച് താഴേക്ക് ഇറങ്ങിയ ഈ വയസ്സങ്കാലത്ത് ഇതിന്റെ മേളിൽ നിന്ന് പേരന്റ് താഴേക്ക് വീഴാത്തതിന്റെ കുറവുള്ളൂ. എന്റെ അമ്മേ ഇത് പിടിക്ക്. വെറുതെ ഇരിക്കുമ്പോഴേ കൈനും കാലിനൊക്കെ ഒരു തരിപ്പെന്റെ ജോയിയെ. TV കണ്ടിരുന്നൂടെ? ഗിരിയേച്ചിയുടെ മന്ദാരപ്പൂവിന്റെ ടൈമല്ലേ ഇപ്പൊ? 8000 എപ്പിസോഡല്ലേ ആയുള്ളൂ. TV സീരിയല് കാണലൊക്കെ നിർത്തി. ഈ കാണിച്ചെന്നെ കാണിച്ച മടുപ്പായി. രാത്രിയിൽ ഞാൻ ന്യൂസ് നൈറ്റ് കാണും. ദേ നിയമസഭയുള്ള സമയമാച്ചാ രാവിലെ ലൈവും കാണും. ചിരിച്ച് ചാവും എന്റെ ജോയിയെ. മുതലാളിയേ എന്തുട്ടത് മുതലാളി എന്നൊക്കെ. വക്കീലേതോ സിനിമയ്ക്ക് പോയിരുന്നു പറഞ്ഞു. ഞാൻ സിനിമ കണ്ട കാലം മാറുന്നു എന്റെ ഗിരിയേച്ചി. പീസായിട്ട് ഞാൻ പച്ചക്കറി വാങ്ങിക്കാറില്ലെന്ന് പറഞ്ഞേക്കമ്മേ. നമ്മുടെ കമ്പനി വളപ്പിലുണ്ടാക്കിയതാണ്. നോക്കിയേ കേസ് വിധിയാകത്തോണ്ട് കമ്പനിയിൽ ഇപ്പൊ ഇതൊക്കെ പരിപാടി. കീടനാശിനി അടിക്കാത്ത ഫ്രഷ് വെജിറ്റബിൾസ് ആണ്ടാ. ഒന്ന് പാരന്റെ ഗിരിയേച്ചേ. ഈ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ? വെൽത്ത് മാത്രം മതി എന്നാണ് വക്കീല് പറയണേ. നമ്മുടെ ജോയിയല്ലേ മോളെ? അമ്മ ഒന്ന് അകത്തേക്ക് പോയേ. അല്ല പിന്നെ എടുത്തോ അതവിടെ വെച്ചാ മതി. ഇവളുടെ ഒരു കാര്യം ആകെ കഷ്ടകാലാണ് വക്കീലെ. എനിക്കും ആ കാട്ടളം തോമസ് കറക്റ്റ് ടൈമിന് കയറി വന്നോണ്ട് എലഫന്റ് ഓണേഴ്സ് അസോസിയേഷൻകാർ ആകെ അടഞ്ഞു. നന്നായി. ഒന്നും ഇങ്ങോട്ട് നോക്കിയേ. അതെ നാളെ വക്കീൽ കോടതിയിൽ ഹാജരാവണം. തരാനുള്ള ഫീസ് ഞാൻ ഉടനെ തരും. അതെന്റെ പുത്തമ്പള്ളി പോയി പറഞ്ഞാ മതി. എന്തിനാ? ജോയ് താക്കോൽക്കാരനല്ല, ജോയ് തട്ടിപ്പുകാരനാണ് ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് വെറുതെ അല്ല. അങ്ങനെ മാത്രം പറയരുതിട്ടാ. ഉണ്ടായിട്ട് തരാതിരിക്കണല്ലോ. വക്കീലിന് സമ്മതാച്ചാ ഒരു ഫിക്സഡ് ഫീസിന് പകരം പുണ്യാളൻ അഗർബത്തീസിന്റെ ഒരു പ്രോഫിറ്റ് ഷെയർ ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യാം. എന്നിട്ട് വേണം എന്റെ കുടുംബം പട്ടിണിയാവാൻ. നടക്കണ കാര്യം വല്ലതും പറ മുതലാളി. വക്കീൽ കൂട്ട് കത്തിച്ചു കഴിഞ്ഞ ഒന്നുമില്ല. നാളെ വക്കീല് കോടതിയിൽ ഹാജരായില്ലാച്ചാ നമ്മള് ആത്മഹത്യ ചെയ്യും. ഒന്നുമില്ല, ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാ. ബട്ട് ഐ വിൽ ഡു. അതെ നിങ്ങളീ കാണിക്കുന്നത് കംപ്ലീറ്റ് അടവാന്ന് എനിക്ക് അറിയാണ്ടല്ല.
എന്നാലും നോക്കട്ടെ. ഓ അത് മതി, അത് കേട്ടാ മാത്രം മതി. പിന്നെ വക്കീലെ ഏത് സിനിമയ്ക്കാ പോയ ട്രാക്കിലെ? മുതലാളി ചെല്ല്. പോകുമ്പോ ഈ സഞ്ചിയും കൂടെ എടുത്തിട്ട് പോയിക്കോ, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ അതിന്റെയും കൂടി കണക്ക് ഞാൻ കേൾക്കേണ്ടി വരും. ഈ സൈസുള്ള കുറച്ച് കക്ഷികളെ കിട്ടിയ വക്കീൽ പണി എടുത്തു പോകും വേഗം. സഞ്ചി എടുക്കാൻ മറക്കണ്ട. കേസ് നമ്പർ 301/279. വാദി ജോയ് താക്കോൽക്കാരൻ. പ്രതി തൃശൂർ ദേവസ്വം പ്രസിഡന്റ് വടക്കേ വീട്ടിൽ രവീന്ദ്രൻ നായർ. ആ സുഖം തന്നെയല്ലേ താക്കോൽക്കാരാ? വലിയ കഷ്ടത്തിലാണ് യുവർ ഓണർ. ഇത്തവണെങ്കിലും അനുകൂലമായിട്ടുള്ള ഒരു വിധി ഉണ്ടാവണം. യുവർ ഓണർ, 2 വർഷം മുമ്പ് എന്റെ കക്ഷി ജോയ് താക്കോൽക്കാരന് ദേവസ്വത്തിന് ആവശ്യാനുസരണം ആനപ്പിണ്ട എടുത്തോളാൻ പറഞ്ഞിട്ട് അന്നത്തെ കമ്മിറ്റി നൽകിയ പെർമിഷൻ ഓർഡറാണിത്. റീസബ്മിറ്റിംഗ് പ്ലീസ് യുവർ ഓണർ. ഈ പെർമിഷന്റെ പിൻബലത്തിൽ സാമാന്യം വലിയൊരു തുക ബാങ്ക് ലോണിന്റെ സഹായത്തോടുകൂടി എന്റെ കക്ഷി ജോയ് പുണ്യാളൻ അഗർബത്തീസ് ഉൽപ്പാദിപ്പിക്കാനായി ഫാക്ടറി പുതുക്കി പണിതു. അതിനുശേഷം വന്ന കമ്മിറ്റി പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെയാണ് പെർമിഷൻ റദ്ദാക്കിയത്. കാരണമുണ്ടോ യുവർ ഓണർ? അതെന്താ? പുണ്യാളൻ അഗർബത്തീസ് ഉണ്ടാക്കാൻ ഒരു മാപ്പിള ദേവസ്വത്തിന് ആനപ്പിണ്ടം കൊണ്ടുപോണത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല. തന്നടുത്ത് ദൈവം എന്ന് പറഞ്ഞ കോടതിയിൽ മതം കൊണ്ടുവരല പ്രസിഡന്റ്. ഇത് ദൈവമൊന്നുമല്ല, ഈ നിൽക്കുന്ന ദേവസ്വം പ്രസിഡന്റ് രവിയേട്ടനാണ്. എന്റെ പുണ്യാളൻ അഗർബത്തീസിന് ഇത്ര പോന്നപ്പോ ആരവയ്ക്കണേ? ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്നു, അതൊന്ന് മാറ്റി വെക്കാൻ പറ്റ പാടറിയോ? ഞാൻ ഇതിന് മാത്രം എന്തുട്ടി തെറ്റാ ചെയ്തേ? കഴിഞ്ഞ 1.5 കൊല്ലായി ഈ കേസ് അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കളിക്കണം. ഇന്ന് എനിക്കൊരു ഉത്തരം കിട്ടണം, അല്ലെങ്കിൽ ഈ ഉത്തരത്തിന് ഞാൻ കെട്ടി തൂച്ചാവും. ഇവിടെ അല്ല, ഔട്ട്സൈഡ്. ബാക്ക് ടു ദ പോയിന്റ്. ഒരു ഇമീഡിയറ്റ് ഡേറ്റിൽ എന്റെ കക്ഷിക്ക് ദേവസ്വത്തിന് ആനപ്പിണ്ട എടുക്കാനുള്ള വിധി ഉണ്ടാവണം യുവർ ഓണർ. അതല്ലെങ്കിൽ തത്തുല്യമായൊരു നഷ്ടപരിഹാരം ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് ഇദ്ദേഹത്തിന് കൈമാറാനായി ഉത്തരവുണ്ടാവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജെക്ഷൻ. വെറുതെ ഒബ്ജക്റ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പോയിന്റ് അല്ലേ ഇവര് പറയണേ? സംഭവം ഈ പഴയ ലെറ്റർ ദേവസ്വം ബോർഡിന്റെ തന്നെയല്ലേ? ഇത് പറയുന്ന പോലെ ഇയാൾക്ക് ആനപ്പിണ്ടം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാവുന്ന നഷ്ടത്തിന്റെ കോമ്പൻസേഷൻ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാണോ? എന്റെ പട്ടി കൊടുക്കും. ആഹാ, കോടതിയോടെ അഹങ്കാരം. തന്റെ പട്ടി കൊടുക്കണ്ട, ആന കൊടുത്താ മതി. അടുത്ത മാസം 5-ാം തീയതിക്ക് മുൻപേ ആദ്യത്തെ ലോഡ് ആനപ്പിണ്ടം ജോയ് താക്കോൽക്കാരന് കൈമാറാൻ ഇതോടെ ഈ കോടതി ഉത്തരവിടുന്നു. തുടർന്നുള്ള ഓരോ തിങ്കളാഴ്ചയും ജോയ്ക്ക് ദേവസ്വത്തിൽ നിന്നും ആനപ്പിണ്ടം കളക്ട് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ തീരുമാനം. ഇവിടുത്തെ ഇനിയൊരു അക്ഷരം പറഞ്ഞാൽ താൻ ജയിലിൽ കിടക്കും. എന്റെ കോടതി കണ്ടോ ഇത്? നെക്സ്റ്റ് കേസ്. മുതലാളി ഒരു കാര്യം. അതെ, ഈ എറണാകുളത്തേക്ക് നൈറ്റ് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ ഓടാന്ന് പറഞ്ഞാ മെനക്കടിയോ? മിസ്റ്റർ അഭയകുമാർ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഇത്ര ചെറുപ്പല്ലേ? നിങ്ങൾ ഇത്ര ലേസി ആയിട്ടിരുന്ന കാര്യങ്ങൾ എങ്ങനെ നടക്കുക? നിന്റെ 3 ദിവസത്തെ ഓട്ടം ഒറ്റ ദിവസമാക്കി കുറച്ച് മൂരാച്ചി എന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അങ്ങനെ ചിന്തിച്ച ഒരു പുരോഗതി എന്ന് പറഞ്ഞ സാധനം നിനക്ക് ഉണ്ടാവില്ല ടപയാ. ഈ ഓട്ടം നീ മര്യാദയ്ക്ക് ഓടിയ ഈ ഫാക്ടറിയിലെ റെഗുലർ ഓട്ടം പിന്നെ ആർക്കാ? അഭയകുമാറിനാണ്. ഈ നിലയ്ക്ക് റെഗുലർ ആയിട്ട് ഓടിയ ഞാൻ കിടപ്പിലാവും മുതലാളി. അഭയാ, നിന്നെ ഞാൻ കാണുന്ന ഒരു മനുഷ്യനായിട്ടല്ല, ഒരു മെഷീനായിട്ടാ. ഈ വണ്ടി പോലെ സ്വിച്ച് ഇട്ട പറക്കണ ഒരു മെഷീൻ. അങ്ങനെയുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പച്ച പിടിക്കുള്ളൂ, മനസ്സിലായോ? എന്തുട്രാ ഒരു വഴി പൊക്കോ. ചാടി ചാടി നിക്കണ ആംഗ്രി ബേർഡ്സ് ആണ്, ആംഗ്രി ബേർഡ്സ് അല്ല സുധാകര? ഒന്നുമില്ല സുധാകര, വെറുതെ വിളിച്ചതാ. പോയി പണി ചെയ്യും. എന്താ ജോലി ചെയ്തരാ. ഫോൺ വന്നിട്ട് കേട്ടോ നിനക്ക് ജോലി ആയി നടക്കാം. വരട്ടെ. നേതാവ് ജോസ് മട്ടത്തലിനെതിരായ ലൈംഗിക ആരോപണ കേസിൽ പെൺകുട്ടി കോടതിയിൽ മൊഴി നൽകി. നമുക്ക് പിള്ളേരുണ്ടാവുമ്പോഴേ ന്യൂസ് ചാനൽ കാണിച്ച് വളർത്തുണ്ടാട്ടാ. ചീത്തവും പണ്ടൊക്കെ കാണുന്ന സുന്ദരി എന്റെ ട്യൂഷൻ ടീച്ചറൊക്കെ പിള്ളേർ ഒളിച്ച പോയി കണ്ടിരുന്ന. ഇന്നൊക്കെ കംപ്ലീറ്റ് പിള്ളേരും ടി വി ന്യൂസ് ചാനലിന്റെ ഫ്രണ്ടിലല്ലടി. ഒക്കെ സ്ട്രെയിറ്റ് ആയില്ലേ, പച്ചക്കടി കാണിക്കണ. TRP എന്താന്ന വിചാരം? 100 വയസ്സാ. കാന സുന്ദരിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. ഗ്രീനുവാ. ഗ്രീനുവേ. ഓ
സൂക്ഷിച്ചു പോന്നാ മതി. ആ കഴിക്കാൻ പോലും നിന്ന് നിർത്തണ്ടട്ടാ. മ്യൂട്ട് ചെയ്തടി. ആ നേരെ ഫാക്ടറിയിലേക്ക് വന്നോളൂ. ഏർലി മോർണിംഗ് ഞാൻ എത്തിക്കോളാട്ടാ. പറഞ്ഞ സമയത്ത് ബോംബെന്ന് പാക്കിംഗ് കേസുകൾ എത്തുന്നായിരുന്നു എനിക്ക് ടെൻഷൻ. അതും ഓക്കെ, ഇപ്പൊ അതും ഓക്കെ. എല്ലാം ശരിയായില്ലേ ജോയ്? പിന്നെ എന്നാത്തിനാ ടെൻഷൻ? അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗമല്ലടി. നാളെ രാവിലെ ദേവസ്ഥയിൽ ഫസ്റ്റ് ലോഡ് എടുത്തു കഴിഞ്ഞാ ആ ടെൻഷനും കഴിഞ്ഞു. 2 വർഷം കൊണ്ട് 4 കോടിയാണ് ടേൺ ഓവർ. അനുവേ നീ കാശ് എണ്ണി ഉണ്ടല്ലേ ചാവും. ജോയ് നോക്കിയേ, നാളെ ഹർത്താല്. കർത്താവേ ഹർത്താലാ? സൗണ്ട് നോക്കിയേ. RIP നേതാവ് പ്രകാശ് ജെയിനെയും ADB നേതാവ് സഞ്ജയനെയും ഇന്ത്യ ടെക് അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ രാജ്യവ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. RIPയും ADBയും കൂടാതെ എന്തിപ്പോ ചെയ്യാ? നാളെ രാവിലെ ലോഡ് എടുക്കണ്ടാണല്ലോ. സമാധാനിക്ക് ജോയ്, ഹർത്താലെന്ന് പറഞ്ഞ എന്തായാലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടില്ലേ? നിന്റെ അപ്പനാണോ ദേവസ്വം പ്രസിഡന്റ്? ചോദിക്കുമ്പോ പിന്നെടുത്തേരെ പോയിരിക്കവിടെ. അഴിമതിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. NCBTVയുടെ ഓഫീസ് RIP പ്രവർത്തകർ തകർത്തു. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ നീ പറയേ. ദേവസ്വം പ്രസിഡന്റ് ആണെങ്കിൽ നാളെ എടുത്തില്ല അച്ഛാ. എടേ ഞാനൊന്ന് ഫാക്ടറിയിൽ പോയാലോ? ജോയ് ഈ സമയത്ത് ഫാക്ടറി പോയിട്ട് എന്നാ ചെയ്യാനാ? ഇവിടെ തന്നെ പിന്നെ എന്ത് ചെയ്യാനാ? 1.5 വർഷത്തെ എന്റെ ശ്രമ, അധ്വാന, വേർപ്പാ, ഇതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. അനുഭവിക്കാൻ യോഗം വേണടി, യോഗം. വണ്ടിയുടെ താക്കോലൊക്കെ ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കണേ. എവിടെ? എന്നാലും നമ്മുടെ അടുത്തത് വേണ്ടായിരുന്നിട്ടാ. ഇവനെ ഞാനൊന്ന് പാട്ട് നിർത്തും അഭയാ. ശരി, ഇപ്പൊ ഞാൻ പാടിയതായി എന്റെ തുത്തുരുപ്പിച്ച് ചവിട്ടി ഓടിക്കും ഞാൻ. ജോയേട്ടാ സ്ട്രോങ് ഹർത്താലാവുന്ന പറയണേ, പുലിവാലാവോ? അതിനിപ്പോ ഞാനെന്താ വേണ്ടേ, ചാവണോ? അതേ വണ്ടി പോലെ ഞാനും മെഷീനല്ല പറഞ്ഞേ. പാട്ടി ഹർത്താലായ വണ്ടി ആണെങ്കിലേ മുള്ളാണെങ്കിലേ ഏട്ടാ, നിങ്ങളെ കടപ്പാടം പണയം വെച്ചെടുത്ത വണ്ടിയാ. ഇതുമ്പോ തൊട്ട് കളിച്ചുള്ള കേസൊന്നുമില്ല. പിണ്ടുണ്ടായിരുന്നു ഇവന്റെ വായിൽ കുത്തിക്കറ്റ് വെക്കാറുന്നു. ജോയേട്ടാ ആ പ്രസിഡന്റിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? എന്തിന്? അത് വേണടാ. വിളിക്ക്. എന്താ ആളുടെ സ്റ്റാൻഡ് എന്നറിയാലോ. എന്നാലേ നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ പറ്റൂ. ഹലോ ഹലോ രവി സാറേ. അതെ, ആരാണ്? ഞാനൊരു പാവൻ ജോയാണ്. എന്തുകൊണ്ട് പാവജോയാ? അയ്യോ പാവജോയി അല്ല, പാവൻ ജോയി, ജോയി താക്കോൽക്കാരൻ. എന്താ കാര്യം? ഏയ് ഒന്നുമില്ല. ഞാൻ രവി സാറിന്റെ പാർട്ടി നാളെ നടത്തുന്ന ഹർത്താലിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചാണ്. തെണ്ടിത്തരല്ല KFC-ക്കാര് കാണിച്ചേ. നീ കാര്യം പറയടാ. ഞാൻ രവി സാറിന്റെയും പാർട്ടിയുടെയും കൂടെ ഏട്ടാ. അതുകൊണ്ട് നാളെ നമ്മള് ദേവസ്ഥയിൽ നിന്ന് പിണ്ടെടുക്കണില്ല എന്ന് തീരുമാനിച്ചു. മറ്റൊന്ന് രാവിലെ വന്ന് ഞാൻ എടുത്തോളുണ്ട്. ആരുത്താണ്ടാ നിന്റെ നാടകം? നാടകോ? എന്നിട്ട് രവി സാർ ഈ പറയണേ? നിർത്തടാ. നാളെ വൈകുന്നേരം 6 മണി വരെ നിനക്ക് സമയമുണ്ട്. അത് കഴിഞ്ഞ് ഇക്കാര്യം പറഞ്ഞിട്ട് കേറി വന്നാ നിന്റെ മുട്ടേലാൻ തല്ലി ഓടിക്കും. അല്ലെങ്കിൽ രവി സാറേ ഞാൻ ഇപ്പൊ തന്നെ വന്നാലോ? ഈ പാദയാത്രക്ക് ദേശം തുറന്നു തരാൻ നിന്റെ അപ്പനാണ് അവിടെ ഇരിക്കണേ. അമ്പലത്തിന് ഹർത്താലില്ല, ആനയ്ക്കും ആനപ്പുണ്ടത്തിനും ഹർത്താലേ ഇല്ല. വെച്ചിട്ട് പോടാ. ഹലോ ഹലോ രവി സാർ, ഹലോ. പട്ടി കട്ട് ചെയ്തു. എന്താ ചോട്ടാ? കഞ്ഞി കണ്ടാണ്ട് കഞ്ഞി. നാളെ ലോഡ് എടുത്തില്ല വെച്ചാ പണി പാളും ഗ്രീനുവേ. ഈ തുത്തുരുത്തിണ്ട് വിചാരിച്ചാല് ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ചോദിച്ചാലോ? അഭയ എന്ത് രസായിട്ടാ അഭയ നീ പാടണേ. പാട്ട് പഠിച്ചെന്താ നീ? യാത്രയൊക്കെ സുഖായാ? എന്തൊരു സുഖം മുതലാളി. ഫുഡ് കൂടി ടച്ച് ചെയ്തിട്ടില്ല. ഫുഡ് മേടിച്ചു കൊടുത്തില്ല എന്റെ അഭയന് നീ? അതൊന്നും സാരില്ലടാ, ഞാനും കഴിച്ചിട്ടില്ല. നമുക്കിന്ന് ഒരുമിച്ച് കഴിക്കാട്ടാ. വേണ്ട മുതലാളി, ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ കൂടെ കഴിച്ചോളാം. നാളെ ഹർത്താലൊക്കെ അല്ലേ, വണ്ടി എടുക്കണ്ടല്ലോ. എന്തുട്ടാണ് കൊച്ചു പിള്ളേരെ പോലെ വണ്ടി എടുക്കണ്ടെന്നൊക്കെ. നിങ്ങൾ വന്നേ. അഭയാ, നിന്റെ ഈ ജോയേട്ടൻ ലൈഫിന്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ്ട. നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ നാളെ രാവിലെ
നമുക്ക് ദേവസ്ഥയിൽ പോയിട്ട് ലോഡ് എടുത്താലോ? ഞാനൊന്നുമില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും പോയി നോക്ക്. ഞാൻ ഈ രാത്രി വേറെ ആരെ പോയി നോക്കണ്ട ഭയാ. ജോയേട്ടൻ ടെൻഷൻ അടിക്കേണ്ടിരി. കോർട്ടിൽ നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നല്ലേ. ഒരു ദിവസം വൈകിയ കോർട്ടിനെ അത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കളയാം. 1.5 വർഷമായിട്ട് കൺവിൻസ് ചെയ്തോണ്ടിരിക്കല്ലേ ഗ്രീൻവേ. അപ്പയാ എന്നെ ഒന്ന് രക്ഷിക്കടാ, നമുക്ക് നാളെ പോവാടാ. ഇവനൊന്ന് കൺവിൻസ് ചെയ്യിക്കേ. അഭയകുമാർ നല്ല പേര്, പിന്നെന്തിനാ പേടി? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഒന്ന് രക്ഷിക്കടാ മോനെ, വേറെ ഒരു രക്ഷയില്ലാത്തോണ്ടടാ. ഒന്ന് സമ്മതിക്കും മോനെ. താങ്ക്സ് മോനെ, താങ്ക്സ്. ഇവനെന്റെ കറുത്ത മുത്തണ്ട. പിണ്ടത്തിന്റെ പുറത്തെ പറ്റുള്ള തുണി അലക്കിട്ടേക്കണേ. അതിനകത്ത് ആളുണ്ട് കേട്ടാ. ആ നാരനേട്ടനാ. കർത്താവ്, ഈ പിണ്ടോക്കാരെ കത്തിച്ചേ? ഞാൻ പറഞ്ഞു നാരനേട്ടാ, നാരനേട്ടൻ നമ്മുടെ പിണ്ടാരെ കത്തിച്ചേന്ന്. ഭയങ്കര കൊതുണ്ടാ. നിനക്ക് എന്തായാലും ഇത് ഉണക്കാളതല്ലേ, നീ കോരിക്കോ. കോരിക്കോ? വാട്ട് നോൺസെൻസ് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്റെ മേത്തെ തല വെച്ചേർന്ന് തുടങ്ങണേ. ഇതെന്റെ ചോറാണ്. നീ ഇപ്പൊ ഇതാ തിന്നണ ജോയിയെ. സാരമില്ല, ഡോണ്ട് മൈൻഡ്, നമുക്ക് കോരാം. നീ ആദ്യം ആ സാധനത്തിന് കോരി മാറ്റിയേ. അവളപ്പത്തിൽ ഒരു കിടക്കുക. നിനക്കൊക്കെ ഇനി വേറെ മണി അടിക്കണോ സുധാകര? ഹർത്താലൊക്കെ ഞങ്ങൾക്കൊണ്ടിട്ട മുതലാളിയെ. പിന്നെ ഈ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യണ്ടെന്ന് വന്നല്ലേ. ആംഗ്രി ബേർഡ്സ്മാരെ ഒന്ന് സഹായിക്കോ? വേഗം വേണട്ടാ, കണ്ണീരിന്റെ വീക്ക്നെസ്സാ. ഒറ്റ കാരണം ഞാൻ വന്നേ. ഒന്നങ്ങോട്ട് മാറി നിന്ന് കുടിക്കോ നാരനേട്ടാ? ഹൃദയം സ്പോഞ്ച് പോലെയാണ്. ഇത് മതി നിങ്ങളെ മാറാരോഗിയൊക്കെ. മാറാരോഗി ഒന്ന് മാറോ രോഗി. മുണ്ടൂരി പോണു. ആ, ഞാൻ മുണ്ടൂരിക്ക് തന്നെ പോണേ. സ്വന്തമാടെ ഇരിക്കണ ഇരിക്കണ്. നമുക്ക് പടിഞ്ഞാറക്കോട്ട് വഴി പോയല്ലോ. എന്തുടന് നീ പുഴക്കിൽ വഴി വിട്. ഏയ്, അവിടെ പാർട്ടി സ്ട്രോങ് ആണ്. ആ രവിയേട്ടൻ തണ്ടി. ഹർത്താലായിട്ട് അമ്പലത്തിലെ സെലിബ്രേഷൻ ഇവിടെ ലോഡ് നമ്മൾ എടുത്തോട്ടാ. മോന്തേ മാറി ഇന്നലെ ഫോൺ കട്ട് ചെയ്തവനാ. നീ ആ ഫോണും എടുക്ക്. ഒന്ന് നിർത്തിയാ നിന്റെ ഉണക്ക പാട്ട്. മനുഷ്യനോട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അവന്റെ ഒരു തൂത്തുരു. നീ ഇനി എന്തൊട്ടിനാ ഭയ ടെൻഷൻ അടിക്കണേ? 2 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മുടെ ഫാക്ടറി എത്തിയില്ലേ? ജോയേട്ടാ, ജോയേട്ടനെ പിണ്ടം കൊണ്ടൊരു തുലാഭാരം നടന്നിട്ടുണ്ട് കേട്ടാ. നിന്നെ ഞാൻ കൊല്ലും ഗ്രീൻ. എന്തുട്ടാ ശബ്ദം ഒന്നും കേക്കണല്ലോ? പെട്ടത്തിന് പണക്കാരൻ ഉറങ്ങാൻ പറ്റാനുള്ള മുതലാളി. ആ ഒന്നും ചവിട്ടി നശിപ്പിക്കണ്ടാ. എന്റെ അമ്മേ, ജോയേട്ടാ, ജോയേട്ടാ പാർട്ടിക്കാരി. അഭയ ചവിട്ടി വിട്ടോളൂ. ഞാൻ ചവിട്ടി വിടുന്നില്ല, വണ്ടി തല്ലി വിളിക്കും. റൂൾസ് ഒക്കെ ഉണ്ടാവും മറ്റേത്. അടുക്കുന്ന പ്രധാനം പാട്ടാ. എന്തൊന്നും കാണിക്കേ, കയ്യിൽ കാലെടുക്കുക, കാലിന് കയ്യെടുക്കുക. വണ്ടി ജോയേട്ടാ. മോനാളി എന്തൊരു പണിയാ കാണിച്ചാ? കൈ വെച്ചിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവിടെ നിർത്തിയല്ലടാ കുഴപ്പം. ഇപ്പൊ സേഫ് ആയില്ലേ കാര്യങ്ങളൊക്കെ? പോയി ഗേറ്റ് അടച്ചേ. എത്ര താഴെ പോയാവോ? എടാ അഭയ ഇങ്ങോട്ട് വന്നേ. താഴെ വീണ് പോയ പിണ്ടങ്ങൾ നമുക്ക് പിന്നെ പോയി എടുക്കാല്ലേ, ഈ ഹർത്താലുകാരുടെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട്. ആ, അത് മോനാളി തന്നെ പോയി കോരിയാ മതി. ഇനി ഹർത്താൽ കഴിയേണ്ട വണ്ടി എടുക്കണ കേസില്ല. അല്ലേ, വീട് പണം വെച്ചെടുത്ത വണ്ടിയാ. എനിക്ക് നിന്റെ വണ്ടി വേണ്ട അഭയ. നീ ഇത് എപ്പോഴും ഇങ്ങനെ പറയണ്ട. പോയ എല്ലാ സാധനങ്ങളൊക്കെ ഇറക്കിയ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോഴേക്കും തലേ കയറി അപ്പിടുക. ഒന്ന് ആഞ്ഞു പിടിക്കടാ. ഫ്രഷാണ്. അയ്യോ, മൈസൂർ പോ. അയ്യോ, ചന്തി ഞാൻ പൊളിക്കാം.
ഇതെന്താ പിണ്ട? ആ ഇങ്ങോരാ. എങ്ങനെയുണ്ട് ഇപ്പോ? ഭയങ്കര സുഖ. വക്കീലെപ്പോഴാ വന്നേ? ഇതാ ഇപ്പോ. ഓ അനുവേ, ഡോക്ടർ എന്തുട്ടി പറഞ്ഞ? തലച്ചോറൊക്കെ ഉണ്ടാ? ഒന്നുമില്ലെന്നേ, നാളെ ഡിസ്ചാർജ് ആവാന്നാ ഡോക്ടർ പറഞ്ഞേ. തൽക്കാലം പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ഒരൊറ്റ കേസേ ജോയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സംഭവം ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവാനാ ചാൻസ്. പരിസ്ഥിതി സംരക്ഷണവും ഞാനും തമ്മിൽ എന്തുട്ടാ ബന്ധം വക്കീലേ? വണ്ടിന്ന് ആനപ്പിണ്ടം മുഴുവൻ റോഡിലേക്കല്ലേ വീണ് പോയത്? ചില്ലറ ഒഫൻസ് അത്? ഞാനാണോ വണ്ടിന്ന് പുറത്തേക്ക് കുത്തിയിട്ട്? അത് തന്നെ വീണല്ലേ. 10-12 പോയെ. സായി, നമുക്കിത് പിന്നെ ഡിസ്കസ് ചെയ്താ പോരെ? അയ്യോ അതല്ല, ഇന്ന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യണം, അതുകൊണ്ട് പറഞ്ഞതാ. ജപ്തി നോട്ടീസാ? വക്കീല് നിങ്ങൾ എന്തുട്ടൊക്കെ പറയണേ? ഓ, എല്ലാ പണിയും കൂടി ഒരുമിച്ചാണല്ലോ ഭർത്താവേ. ഓ, എന്നിട്ടത് ഇങ്ങനെ വിളിയാക്കണേ? അയ്യോ, ഈ സാധനം ഇവിടെ ഉണ്ടായിരുന്നാ? അയ്യോ ജോയേട്ടാ, മരിച്ചുപോയ വർഗീസിന്റെ ശബ്ദം. ഞാനിവിടെ ഉണ്ട്. മോനെ, നീ ഒന്ന് അടങ്ങിക്കിടക്ക്. ഡോക്ടർ ഫുൾ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. നീ ഹോർലിക്സ് കുടിച്ചേ. കുറച്ച് വെള്ളം തരുമോ? അതെ, എന്റെ അഭിപ്രായത്തിൽ ഫാക്ടറിയുടെ ജപ്തി നടക്കട്ടെ എന്നാ. ബാങ്കിന് കൊടുക്കാനുള്ളത് കഴിച്ച് കുറച്ച് എമൗണ്ട് കയ്യിൽ കിട്ടൂലോ. ചങ്കിക്കൊള്ള വർത്താനൊന്നും പറയല്ലേ വക്കീലെ. ആകെ കൂടിയുള്ളതൊരു ഫാക്ടറിയാണ്, അത് പോയ നമ്മളില്ല. വക്കീലെ, നമുക്കിപ്പോ എന്തുട്ടാ ചെയ്യാൻ പറ്റുക? എന്താ ചെയ്യാൻ പറ്റാന്ന് ചോദിച്ചാ, ആ കഴിഞ്ഞ മാസം ഹർത്താലിനെ കൊടുങ്ങല്ലൂർ പാർട്ടിക്കാർ ഒരു തുണിക്കട തല്ലിപ്പൊളിച്ചു. അതിനെതിരെ അവരൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാ വണ്ടി അപ്പയാ ഞാനിപ്പ അങ്ങോട്ട് വരാട്ടാ. ഒരു കാര്യം സംസാരിക്കണ കണ്ടില്ലേ നീ? എന്നിട്ട് കൊടുങ്ങല്ലൂരിലെ തുണിക്കട തല്ലിപ്പൊടിച്ചിട്ട് ആ അയാൾക്ക് നഷ്ടപരിഹാരമായിട്ട് 2 ലക്ഷം രൂപ കിട്ടി. അതെയാ? നമ്മുടെ ഫാക്ടറി തല്ലിപ്പൊട്ടിച്ചു എന്നും പറഞ്ഞ് പാർട്ടിക്കെതിരെ ഒരു കേസ് കൊടുത്താ നമ്മുടെ ജപ്തി ഒഴിവാക്കാൻ പറ്റുമോ? വലിയ ചാൻസ് ഇല്ല. എന്നാലും വണ്ടി. എന്റെ പൊന്നഭയ, നീ ഒന്ന് മിണ്ടാണ്ട് കിടക്ക്, ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. എന്നിട്ടിപ്പോ ചിന്തിക്കുക. നല്ല അച്ചപ്പം. ജസ്റ്റ് യു ട്രൈ ഗ്രേസി. ഓ ഷുവർ. അപ്പാപ്പനും അമ്മാമ്മയും സൗത്ത് ആഫ്രിക്ക പോണ പ്രമാണിച്ചിട്ട് ഇവള് ഒരു ദിവസം ലീവ് എടുത്തിരുന്ന് ഉണ്ടാക്കിയതാ. അതെയോ? പറയേ. അടുത്ത ആഴ്ച സൗത്ത് ആഫ്രിക്കയിൽ പോയാ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവും എന്തോ. എന്തായാലും നിന്റെ അപ്പൻ സണ്ണിക്കും പോളിക്കും കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. പോളിക്ക് താമസിക്കാൻ വേറെ വീടുണ്ട്, നിനക്കാണെങ്കിൽ ഫ്ലാറ്റും ഉണ്ട്. എന്റെ ഫ്ലാറ്റ് വാടകയ്ക്കല്ല പാപ്പ. എന്നാലും ഉണ്ടല്ലോ, ആർക്കും വലിയ പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഈ തറവാട് ഞങ്ങൾ അങ്ങ് വിൽക്കാൻ തീരുമാനിച്ചു. വെള്ളാനിക്കാരൻ റോയ് വന്നൊരു വില പറഞ്ഞു. പോണേല് മുമ്പ് അത് രജിസ്ട്രേഷൻ നടത്തണമെന്നാണ് എന്റെ തീരുമാനം. എന്താടാ പോളി, എന്താ നിന്റെ അഭിപ്രായം? ഞാൻ പാപ്പന്റെ കൂടെ. പാപ്പ, നീ പറഞ്ഞതാടാ ശരി. ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മുണ്ട് മുറുക്കി ഉടുത്ത് പിശുക്ക് ജീവിച്ചു. എന്നിട്ട് എന്തിനാ ഒരു ദിവസം ഒറ്റയ്ക്ക് അങ്ങോട്ട് പോവാനുള്ളതല്ലേ? ഈ വീട് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ഞാനും ഗ്രേസിയും ചില പ്ലാനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വരുന്ന ക്രിസ്മസിന് ഒരു യൂറോപ്പ് ട്രിപ്പ് പോയാലോ എന്നൊരു ആലോചന. ഈ തറവാട് വിൽക്കുമ്പോ എനിക്കതിലൊരു ഷെയർ. എനിക്കിവിടെ നിക്കക്കളിയില്ലാത്ത പ്രശ്നങ്ങളാണേ. ഈ തറവാടാണ് എൻ്റെ ലാസ്റ്റ് ഹോപ്പ്. അപ്പാപ്പൻ സഹായിക്കണം. പ്രശ്നങ്ങളെ ധൈര്യത്തോടു കൂടി നേരിടണം. നിന്റെ പ്രായത്തിൽ ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരുന്നു എനിക്ക്, അറിയോ? ഇതങ്ങനെയല്ല പാപ്പ, ലോകം മുഴുവൻ എനിക്കെതിരാ. എനിക്കും പണ്ട് ഇത് തോന്നിയിട്ടുണ്ട് മോനെ. ഈ ലോകത്തെ ഒറ്റയ്ക്ക് വെല്ലുവിളിച്ച് ജയിക്കുന്നതാണ് ഒരു ബിസിനസ്സുകാരന്റെ മിടുക്ക്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്നതൊക്കെ. ഇതിൽ നിന്നൊരു ഷെയർ ഇനി ആരും പ്രതീക്ഷിക്കണ്ട. ഇത് നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ എളപ്പാ? ഈ തറവാടിന് ഇപ്പൊ എന്താണ് വാല്യൂ? ക്രോസ് ആണ്, ക്രോസ്.
ഇവക്കൊരു തേങ്ങ ഉണ്ടാക്കാറിയില്ലേട്ടാ, മറ്റേത് ബേക്കറിന്ന് മേടിച്ചതാ. ഇനി എന്തൊക്കെ വന്നാലും ഞാൻ ഇളപ്പന്റെ കൂടെ കേട്ടാ. ഇനിയിപ്പോ എന്തുണ്ടാവാൻ്റെ അപ്പന്റെ പേരിലെ തറവാട് അപ്പന് ഇഷ്ടമുള്ളത് ചെയ്യാം. വയസ്സാങ്കാലത്ത് അപ്പനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് നിലക്കാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ ജോയെ. അതിന് ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ലല്ലോ ഇളപ്പാ. മോനെ ജോയെ, എനിക്കിട്ട് പണിയാൻ നോക്കിയല്ലേ നീ. എന്നിട്ടിപ്പോ എന്തായി? രണ്ടാൾക്ക് ഇല്ലാണ്ടായില്ലേ? മിണ്ടാണ്ട് വണ്ടി വിട്ടോ, അതാ നല്ലത്. ആ താക്കല് ആ പിന്നെ മോനെ ജോയെ, ഒരു 8 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയത് ഓർമ്മയുണ്ടാവില്ല അല്ലേ? അതൊന്നും മുദ്രപത്രത്തിൽ എഴുത്തന്നില്ലോ. എന്നാ ഇനി നീ കടം കയറി മുടിയുന്നതിന് മുമ്പ് ആ മുദ്രപത്രം ഞാൻ അങ്ങ് പ്രയോഗിക്കാൻ പോവാ. ഈ തറവാട്ടിൽ നിനക്കുള്ള ഷെയറിന്റെ കാര്യം ഓർത്താ ഇത്രയും നാളെ അനങ്ങാണ്ടിരുന്നത്. ഇപ്പൊ ആ പ്രതീക്ഷയും കൂടി പോയി കിട്ടിയില്ലേ. ബാക്കി നമുക്ക് കോടതി കാശിന് ആവശ്യമുണ്ട് ജോയ്മോനെ. ബൈ ഇലക്ഷൻ വരാൻ പോവാ. കോർപ്പറേഷന്റെ ഭരണം മാറിയ നമ്മുടെ കടയിരിക്കുന്ന സ്ഥലം വരെ പോവും. അതുകൊണ്ടാ മോനെ. പോട്ടെ മോളെ. എന്റെ അമ്മ ജോയേട്ടാ, ദേ അഭയകുമാർ. 2 ദിവസം കഴിഞ്ഞിട്ട് എന്റെ ശവടക്കിലുണ്ടാവുള്ളൂ പറയ ഗ്രീനുവേ. വാ അഭയ, ഇരിക്കേ. വേണ്ട മുതലാളി, ഞാൻ ഇവിടെ ഒന്നുണ്ട്. നടക്കിറങ്ങിയതാവൂലേ? ഇത് നമ്മുടെ ഗിരീഷ് തന്നതാ വർക്ക്ഷോപ്പിൽ നിന്ന്. വണ്ടിയുടെ പണിയുടെ എസ്റ്റിമേറ്റാ. ഒരു 10,000 രൂപ അഡ്വാൻസ് കൊടുത്താ പണി തുടങ്ങാന്നാ ഡാവ് പറഞ്ഞേ. എന്റെ ഇപ്പോ നിന്റെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ അടച്ചില്ലേ ഭയ? അതുകൊണ്ട് എന്തുട്ട കാര്യം പോലാളി, ആ വണ്ടിയിലേക്ക് ഈ തടി വേസ്റ്റല്ല. എന്റെ ലൈഫ് കുട്ടിച്ചോറായില്ലേ. നീ കിടന്നിങ്ങനെ മോങ്ങല്ലേ. നീ ഒരു കാര്യം ചെയ്യപ്പോട്ട് മറ്റന്നാ വായോ, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. മറ്റന്നാന്ന് പറഞ്ഞ മറ്റന്നാളല്ലേ? ഇവനിപ്പോ ഛർദിക്കോ? ജോയേട്ടൻ പറഞ്ഞതാ. എന്റെ അഭയ, നീ ഒന്ന് പോയി. അല്ല മോലാളിയുടെ നാളേതാ? നീ ഒന്ന് പോയാ അഭയ. മറ്റന്നാ ശരിയാക്കാം, നീ ഒന്ന് ചെല്ല്. മറ്റന്നാ 10,000 രൂപ എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ ജോയേട്ടാ? എനിക്കൊരു ഐഡിയ ഇല്ലടാ. നമുക്ക് കേസ് കൊടുത്താലോ ജോയേട്ടാ? പാർട്ടിക്കെതിരെയോ? വേറെന്തിട്ടാ ചെയ്യാനോ? മണ്ടത്തരാവില്ലേ ജോയ്? ലൈഫിൽ എന്തെങ്കിലും ഹോപ്പ് വേണ്ടടി മനുഷ്യന്. ഞാൻ കേസ് കൊടുത്താ നീ എന്റെ കൂടെ നിൽക്കോ? മതിയായി തുടങ്ങണ്ട നിനക്ക് തന്നെ. എന്നാ ജോയ് ഇത് കുട്ടികളെ പോലെ? ഞാൻ കൂടുണ്ട് ജോയേട്ടാ, കാര്യൊന്നുമില്ല, എന്നാലും കൂടുണ്ട്. ആക്സിഡന്റ് കഴിഞ്ഞപ്പം ജോയേട്ടന്റെ കൂടെ നടക്കുന്നതിന് അച്ഛനും അമ്മേനെ കുറെ ചീത്ത പറഞ്ഞു. എന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ജോയേട്ടാ. ഉമ്മക്കിപ്പോ ഇത്തിരി മോശ സമയാന്നേ ഉള്ളൂ. പുണ്യാളുടെ അഗർബത്തീസ് നമ്മളിവിടെ ഉണ്ടാക്കും, എനിക്ക് ഷുവറാ. പാർട്ടിക്കാരായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതിപ്പോ കേസായി. ഈ കമ്മിങ് 20-ാം തീയതി അതിന്റെ ഫസ്റ്റ് ഹിയറിങ്ങിന് കോടതി വിളിച്ചിരിക്കുകയാണ്. അത് കഴിയുമ്പോ ലോക്കയാവും. അതുവരെ സാറൊന്ന് ക്ഷമിക്കണട്ടാ. ഇതൊക്കെ വല്ലതും നടക്കൂ ജോയെ? ഈ പാർട്ടിക്കാരുടെ നിന്ന് കോമ്പൻസേഷൻ കിട്ടിയിട്ടാ താൻ ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പോണേ? അധികമൊന്നും വേണ്ട, ഒരു 3 മാസത്തെ എക്സ്റ്റൻഷൻ സാറ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചേരണം. അതിനുള്ളിലൊരു തീരുമാനം ഉണ്ടായില്ല വെച്ചാ സാർ പിന്നെ എന്തുട്ടാന്ന് വെച്ചാൽ ജപ്തി ചെയ്തോളാം. നീ എന്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കിയ ജോയെ? എനിക്കത് മനസ്സിലാവും, തിരിച്ചടയ്ക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടേ സാറേ. നമ്മുടെ തൃശ്ശൂരുള്ളൊരു ഗടി കുറെ കാലം മുമ്പ് നമുക്കൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഗുഡ് നൈറ്റ് കണ്ടുപിടിച്ചു. ഇപ്പൊ കോടിക്കണക്കിന് റുപ്യാണ് എൻ്റെ ആസ്തി. എൻ്റെ പുണ്യാളന കൃപത്തേസിനും അതുപോലത്തെ ഒരു ഫ്യൂച്ചർ ഉണ്ട്. നമ്മള് കുറെ സ്വപ്നം കണ്ടതാ. സാറ് വിചാരിച്ചാൽ നടക്കും. സാറിന് വിചാരിക്കേ.
അവിടെ ഉണ്ട്. കുഴി സാർ ഒരു 3 മാസം. എന്താണോ ഇത്? പരിഹാരം ഉണ്ടാക്കാന്ന് എണീക്കണം. സാർ സിബിട്ടില്ലേട്ടാ. തുമ്പി എന്നാലും അയാളുടെ കാല് പിടിക്കണ്ടായിരുന്നു ജോയേട്ടാ. എന്നാലും 3 മാസത്തെ ടൈം കിട്ടിയില്ലടാ. അത് ശരിയാ. അപ്പനെ അമ്മനെ അവരെ വാടക കിട്ടും, പക്ഷെ ടൈം അത് വാടക കിട്ടില്ലട്ടാ. സോ വി ഹാവ് ടു യൂസ് ദ ടൈം വൈസ്ലി. മനസ്സിലായാ? അപ്പൊ ഭയങ്കര ജോയേട്ടാ ദേ അടുത്ത കുറിച്ച്. അയ്യോ ഇന്ന് മറ്റന്നാളാ? അന്നത്തെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് 3 ആഴ്ചയല്ലേ ജോയേട്ടാ? അയ്യോ കണ്ടൂടാ, ഞാൻ മണീസിന്റെ ഫ്രണ്ട് ഉണ്ടാവുന്നേ വണ്ടി എടുത്തോണ്ട് പോയോ. ഈ കൈ വെച്ചിട്ടാ ജോയേട്ടാ? അത് ജോയേട്ടനല്ല ഭയ. അല്ലടാ അതാ ആളിഞ്ഞിന് മുതലാളി. മുതലാളി അയ്യോ അഭയകുമാറിന് അമ്പായകുമാറാണ്. അഭയകുമാറിന് മുതലാളി നിക്ക്. കളിക്കണ്ടേ ഓടല മുതലാളി. ഓടണെങ്കിൽ നീ പോടാ. ഇത് വെടിമുണ്ട പാഞ്ഞ വരും മുതലാളി. ഇവന് കാലം വെച്ച് വീട്ടിലിരുന്നൂടെ? കാല് കണ്ടീഷൻ കേട്ടോ, വലിക്കില്ലേ മുതലാളി. വണ്ടിയുടെ കാര്യത്തിലെ മുതലാളി പകുതി ഓമ കിട്ടുട്ടാ. പടി വന്നാലാ മുതലാളി. ഇവനിങ്ങനെ കാലം വെച്ച് ഇങ്ങനെ ഓടാൻ പറ്റണേ? ഗ്ലോബലൈസേഷന്റെയും വാണിജ്യവൽക്കരണത്തിന്റെയും ഇടയിൽ ഇവിടത്തെ രാഷ്ട്രീയ നേതൃത്വം മനുഷ്യജീവന് എന്തു വില കൊടുക്കുന്നുവെന്ന് തെളിയിക്കുന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ ഈ BT വഴുതന ഉൽപ്പാദിപ്പിക്കാനുള്ള അതീവ രഹസ്യമായിട്ടുള്ള ഈ നീക്കം. അധികാരത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് ഈ ജനവികാരം ഭരണതലങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മെ കൊണ്ടാകുന്നതൊക്കെ നമുക്ക് ചെയ്യാം. കൂടുതൽ ചെറുപ്പക്കാർ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഈ സമരപന്തലിലേക്ക് ഒഴുകി വരുന്ന കാഴ്ച ഈ ജനകീയ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ വിജയമാണ്. ഈ സമരത്തിൽ RIP യുവ നേതാവ് സാബു പാറത്തടത്തിലും KFC യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറി ഉല്ലാസ് മോഹനും പ്രത്യേക അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് തൃശൂർ ഇവിടെ തുടങ്ങിയിട്ടുള്ള ഈ ചെറിയ കൊച്ചു സമരം നാളെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും നിങ്ങളോട് ഞാൻ വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജോയി താക്കോൽക്കാരനല്ലേ? അതല്ലോ. ഞാൻ KFC യൂത്ത് വിംഗ് സെക്രട്ടറി ഉല്ലാസ് മോഹൻ. ഒന്നുകൂടി വന്ന ഒരു കാര്യം പറയട്ടെ. ജോയി പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ സാബു ഒന്നും നിങ്ങളെ തൊടില്ല. അങ്ങോരെന്താ ഇവിടെ വെറുതെ ഷോ? ഈ ജാതി ജനകീയ സമരങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കണ്ടേ? ജസ്റ്റ് ഫോർ നെയിം സേക്ക്. അത് പോട്ടെ. സത്യത്തിൽ ഞാൻ ജോയി അങ്ങോട്ട് വന്ന് കാണാനിരിക്കായിരുന്നു. എന്താ റൂളിംഗ് പാർട്ടിയായ ഞങ്ങളെ പാർട്ടിക്കെതിരെ നടത്തിയ ഹർത്താലിനെതിരെയാണല്ലോ ജോയി കേസ് കൊടുത്തിരിക്കണേ. ഒരു തരത്തിൽ നമ്മൾ രണ്ടുപേരും സെയിം സൈഡാ. നാളെ തുടങ്ങാൻ പോണ ഈ കേസില് KFCയുടെ ഫുൾ സപ്പോർട്ടും പ്രൊട്ടക്ഷനും ജോയിക്ക് ഉണ്ടാവും. അത് ഭയങ്കര സന്തോഷായി. ഞങ്ങൾ ഈ ചെയ്യുന്ന ഹെൽപ്പിന് പകരമായിട്ട് ചെറിയൊരു സംഖ്യ ജോയി ഞങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. ബൈ ഇലക്ഷനാ വരണേ, അറിയാലോ. ഇത് ജയിച്ചാ പിന്നെ കോർപ്പറേഷൻ നമ്മുടെ കയ്യില. പിന്നെ നമ്മള് പറഞ്ഞത് അവിടുത്തെ റൂൾസ്. എത്ര പ്രതീക്ഷിക്കണേ? ഒരു 2 രൂപ. നിങ്ങൾക്കൊക്കെ അതൊരു തുകയാണ് എന്നുവെച്ചാ ഒന്നും അറിയാത്ത പോലെ. 2 ലക്ഷം ബാഗിന് പോലും താങ്ങാൻ പറ്റില്ലേ? നാളെ ഫാക്ടറിയിൽ ആള് വരും, അപ്പൊ കൊടുത്താ മതി. ശരി എന്നാ ആയിക്കോട്ടെ. ഇതുപോലെ ഒന്ന് കൂടണമെങ്കിൽ നീ ഇനി സൗത്ത് ആഫ്രിക്കയിലേക്ക് വരേണ്ടി വരും. ഈ പോളി ഇത് എവിടെ പോയി കിടക്കുക? നീ നാളെ എയർപോർട്ടിലേക്ക് വരില്ലേടാ? ഇല്ല, നാളെ നമ്മുടെ കോടതിയിലെ കേസൊക്കെ നടക്കും. നീ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. നിന്റെ പ്രശ്നം കുറച്ച് ആനപ്പിണ്ടല്ലേ, അത് ഞാൻ സോൾവ് ചെയ്ത് തരാം. എങ്ങനെയാ? എൻ്റെ ഒരു പഴയ ഫ്രണ്ട് ഉണ്ട്, അയ്യപ്പൻ. പഴയ ആനപ്പാപ്പാന. അവൻ വിചാരിച്ചാ കിട്ടാത്ത ആനപ്പിണ്ടൊന്നും തൃശ്ശൂരില്ല മോനെ. നീ അയ്യപ്പനെ ഒന്ന് വിളിക്കേ. ഈ ആനപ്പിണ്ടല്ല അപ്പാപ്പ ഇപ്പോഴത്തെ പ്രശ്നം. പിന്നെ എന്നിട്ടാ ഗ്രേസി, നീ ആ ബോക്സ് എടുത്തേ. ഇപ്പൊ ഒക്കെ ഞാൻ ശരിയാക്കി തരാം. ഇത് തരാൻ കൂടിയാണ് നിന്നോട് ഇന്ന് വരാൻ പറഞ്ഞത്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? പറയടാ. അതാ ഞാൻ പറഞ്ഞത്. ഇനി ഒരെണ്ണടി. എനിക്ക് ഒന്നും വേണ്ടായിരുന്നു അപ്പാപ്പ.
നീ അങ്ങനെ പറഞ്ഞ എന്റെ മനസ്സ് വിഷമിപ്പിക്കലടാ ജോയ്. എന്റെ മനസ്സിലെ സ്നേഹം മുഴുവൻ നിനക്കാടാ. ഞാൻ അപ്പാപ്പനെ വല്ലാണ്ട് മിസ് ചെയ്യും. അച്ഛാ ദാ. താങ്ക് യു. ഓ, ആ താങ്ക്സ്. തുറന്നു നോക്കടാ. നിന്റെ അമ്മാമ്മയുടെ കൊന്തമാല ഇത്. നീയാ ഇനി ഇത് സൂക്ഷിക്കേണ്ടത്. പിന്നെ എന്റെ അന്നാമ്മയുടെ ഓർമ്മ ദിവസം നിങ്ങൾ എല്ലാവരും മറക്കാതെ പള്ളി പോണം. ഓൾ ദി വെരി ബെസ്റ്റ് ജോയ്. പുണ്യാളൻ അഗർബത്തീസ് വർക്കൗട്ട് ആവും, എനിക്ക് ഉറപ്പുണ്ട്. മോനെ, നിന്റെ നല്ല മനസ്സുകൊണ്ടാടാ എനിക്ക് ഗ്രേസിയെ പോലൊരു മാലാഖയെ കിട്ടിയത്. ഒന്ന് പോയി ചായ. മാലാഖല്ല, പിശാചാണ്. ഞാനൊന്ന് ഇറങ്ങട്ടെ പാപ്പ. ഇതവക്ക് ഭയങ്കര ഇഷ്ടാവും. സർപ്രൈസ് അല്ലേ? ഫ്ലൈറ്റിലൊക്കെ പിടിച്ചിരുന്ന രണ്ടാളും. എന്തൊട്ട് പരിപാടിയാ ജോയേട്ടെ കാണിച്ചേ? ഇത് എവിടെയായിരുന്നു? കോടതിയിൽ കേസ് ഇപ്പൊ വിളിക്കും. ഒന്നും പറയണ്ട. അപ്പാപ്പനെ എയർപോർട്ടിൽ കൊണ്ട് വിടേണ്ട വന്നു. പിന്നെ കൊച്ചിയിലെ കുഴിയിൽ വീണ് ചാകാതിരുന്ന ഭാഗ്യം ഗ്രീനോ. സ്റ്റേറ്റ് കമ്മിറ്റിയിൽ മാറ്റർ വരാതിരുന്നാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് നോക്കാം. ചേട്ടാ, അവരെ കണ്ട ആ വണ്ണുള്ളത് RIP തൃശൂർ ജില്ലാ സെക്രട്ടറി KC മാത്യൂസ്. നമ്മുടെ കേസിൽ 1-ാം പ്രതിയാ. ഈ വരുന്ന ബൈ ഇലക്ഷനിൽ RIP കാൻഡിഡേറ്റ് എന്നാ കേക്കണേ. ജയിച്ച തൃശൂർ മേയറാ. ആള് പുലിക്കുട്ടിയാ. ടിവിയിൽ കണ്ടിട്ടുണ്ട്. അതിനടുത്തുള്ളത് 2-ാം പ്രതി RIPB ജില്ലാ പ്രസിഡന്റ് പപ്പൻ കോട്ടപ്പുറം. പുലിയ ഉപ്പുലിയാ കണ്ടില്ല. ആ പൊക്കമുള്ളവൻ ADB ജില്ലാ കൺവീനർ നന്ദൻ കാവൽക്കോട്ട. സൈസ് കണ്ടൊന്നും പേടിക്കണ്ട, ആള് വാഴ. കൂടിയുള്ളത് അവരുടെ പാർട്ടി വക്കീല് ഹസൻ മരക്കാർ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അതിന് പിന്നാലെ പുലിയല്ല, സിംഹഗടി. നിനക്കൊരു കാശ് വല്ലതും തന്നാ? ഇല്ല. പിന്നെന്തൊട്ടാ ടെൻഷൻ അടിപ്പിച്ച് കൊല്ലണേ? ആ എല്ലാരും ഉണ്ടല്ലോ. സുഖല്ലേ കേസിയെ? 12 മണിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഇതിപ്പോ തീരില്ലേ? ആ എന്താ താക്കോൽക്കാരാ തന്റെ പുതിയ പ്രശ്നം? എനിക്ക് നീതി വേണം യുവർ ഓണർ. ഏയ്, കുറച്ചു ദിവസം മുമ്പ് തനിക്ക് നീതി തന്നല്ലേ ഉള്ളോ? ഇങ്ങനെ എപ്പോഴും ചോദിച്ചാ എങ്ങനെയാ? അല്ലേ കേസിയെ? യുവർ ഓണർ, തികച്ചും ജനാധിപത്യ വിരുദ്ധവും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഈ കേസ്. അതെന്താ? ഒന്നാമതായി, ആനപ്പിണ്ടം പോലെ ദുർഗന്ധം വമിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും ചന്ദനത്തിരി പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. ദാറ്റ് ക്വസ്റ്റ്യൻസ് ദി വെരി ബേസിസ് ഓഫ് ദിസ് കേസ്. ഏയ്, അത് പറ്റും. കുറച്ചു കാലം ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. പ്രൂവൻ ടെക്നോളജിയാണ് അല്ലേ വക്കീലേ? യെസ് യുവർ ഓണർ. റീസബ്മിറ്റിംഗ് ദ പ്രൂഫ് ഓഫ് ദ സെയിം വൺസ് അഗൈൻ. അതോടൊപ്പം RIPAയും RIPBയും ADBയും സംയുക്തമായി നടത്തിയ ഹർത്താലിൽ എന്റെ കക്ഷിക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ ലിസ്റ്റും ഹിയർ ബൈ സബ്മിറ്റിംഗ്. റെഡിയാക്കാം. 1 കോടി രൂപ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് തന്നെ കോടതി അവഹേളിക്കുന്നതിന് തുല്യമാണ് യുവർ ഓണർ. ഇന്നാട്ടിലെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരേ ഒരു മാർഗമാണ് ഹർത്താലുകൾ. അങ്ങനെയുള്ള ഹർത്താലുകളെയും ഹർത്താൽ നടത്തുന്ന പാർട്ടികൾക്കെതിരെയും കേസ് കൊടുക്കാൻ ഒരു സാമൂഹ്യ ദ്രോഹിക്ക് മാത്രമേ കഴിയൂ. എന്താ താക്കോൽക്കാരൻ, ഹസ്സം പറയണത് കറക്റ്റ് അല്ലേ? അല്ല യുവർ ഓണർ, പേടിച്ചിട്ടാണ് ആളുകൾ ഹർത്താലിന് പുറത്തേക്ക് ഇറങ്ങാത്ത. എന്തൊട്ട് സോഷ്യൽ കോസ് എന്നാണ് ഇവര് പറയണേ? നോൺസെൻസ്. അല്ല യുവർ ഓണർ, കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ കേരളത്തിലെ പാർട്ടികൾ നടത്തിയിട്ടുള്ള ഹർത്താലുകളുടെ ലിസ്റ്റാണിത്. എന്ത് പൊതുജന നന്മയാണ് ഈ സമരങ്ങളിലൂടെ നാട്ടുകാർക്ക് കിട്ടിയിട്ടുള്ളത്? യുവർ ഓണർ, ആ ലിസ്റ്റ് നോക്കിയാ പെട്രോൾ വില കൂട്ടിയതിന് 13 തവണയാണ് ഹർത്താൽ നടത്തിയിട്ടുള്ളത് ഈ പാർട്ടിക്കാര് ഈ കൊല്ലം. എന്നിട്ട് പെട്രോൾ വില കുറഞ്ഞോ? ഇല്ല. എന്തിന്? പനിക്കെതിരെ വരെ ഹർത്താൽ നടത്തിയിട്ടുള്ള ടീംസ് ആണ് ഇവര്. ക്യാൻ യു ബിലീവ് ഇറ്റ്? വേറൊരു കാര്യം അറിയോ യുവർ ഓണർ, എന്നെ ഈ കേസിന് സപ്പോർട്ട് ചെയ്യാന്നും പറഞ്ഞ്
ഒരു പാർട്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടത് 2 lakhs rupees ആണ് കൈക്കൂലിയായിട്ട്. പേഴ്സണൽ ലോണിന് ഞാൻ അപേക്ഷിച്ചിട്ടാ കിട്ടിയോടെ വീട്ടിൽ കൊണ്ട് തരാം. 5-ാം തീയതിക്ക് മുമ്പായിട്ട് ദേവസ്ഥയിൽ നിന്ന് ആനപ്പിണ്ടം എടുക്കണമെന്ന് ഇവിടുന്ന് തന്നെയല്ലേ വിധിച്ചേ? ഞാനിത് ചെയ്യാൻ ശ്രമിച്ചാണോ ഇത്ര വലിയ തെറ്റ്? ഹൈദരാബാദിലും ഡൽഹിയിലും ഇവരുടെ ഓരോ നേതാക്കന്മാരെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തതിന് ഓൾ ഇന്ത്യ ഹർത്താൽ. 4-ാം തീയതി ഈ പറഞ്ഞ ഹൈദരാബാദിലും ഡൽഹിയിലും ഹർത്താൽ ഇല്ലായിരുന്നു യുവർ ഓണർ. ഈ ലോകത്ത് നമ്മുടെ നാട്ടിൽ മാത്രം കൊണ്ടാടുന്ന ഒരു പ്രസ്ഥാനമാണിത്. ഇവര് ഹർത്താൽ പ്രഖ്യാപിക്കണു, ഒരു സംസ്ഥാനം മുഴുവനും കുപ്പി മേടിച്ച് വീട്ടിലിരുന്ന് അടിച്ചോണ്ടിരിക്കുന്നു. എന്തുട്ട് തേങ്ങിയത്? ഇതൊക്കെ ശരിയാണോ? ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് ദ റൈറ്റ് വേ യുവർ ഓണർ. ഞങ്ങളെ അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കണേ? ചൂടാവല്ല കേസി, അയാൾ പറയണത് പോയിന്റ് അല്ലേ? എവിഡൻസ് ടു പ്രൂവ് ദ സെയിം യുവർ ഓണർ. RIP പ്രവർത്തകരും ADB പ്രവർത്തകരും ചേർന്നാണ് എന്റെ കക്ഷിയെയും കക്ഷിയുടെ സ്ഥാപനത്തെയും ആക്രമിച്ചത്. ഇതിൽ പറയുന്ന ഇടിവെട്ട് സാബു, പൈലോ പൊറിഞ്ചു, അയ്യന്തോൾ ഷിബു എന്നീ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യണം യുവർ ഓണർ. അത് അനാവശ്യമാണ് യുവർ ഓണർ. രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? കാര്യങ്ങൾ മുന്നോട്ട് പോണ്ടേ? കേസ് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. സാബും പൊറിഞ്ചൊക്കെ വെറുതെ ഇരിക്കല്ലേ വീട്ടില്, കോടതിയിലൊന്ന് വന്നു പോട്ടെന്നേ. നെക്സ്റ്റ് ഹിയറിംഗ് ഓൺ 25th. സംസാരവും വാദവും നന്നായി. പണ്ട് ഇതുപോലെ ഹർത്താലിനെതിരായി ഞാനൊരു കേസ് കൊടുത്തതാ, ഒന്നും നടന്നില്ല. എനിക്ക് പറ്റാത്തത് ജോയ്ക്ക് സാധിക്കട്ടെ. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, ഒരു മടിയും കണക്കാക്കണ്ട. വരട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഗാന്ധിയുടെ മൂപ്പര്. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടില്ല. ഞാൻ KC മാത്യൂസ്. വിചാരിച്ച പോലെയല്ല, ആള് മിടുക്കനാട്ടോ. ഞങ്ങളൊക്കെ നിർത്തി പൊരിച്ചു കോടതിയില്. RIPയോടുള്ള നിന്റെ കളിയേ, അത് RIP അവളെ കളിച്ചക്ക ഓർത്തട്ടാ. വിടടോ, ഇവൻ നമ്മുടെ ചെക്കനല്ലേ, കാണാട്ടോ ജോയേ. പുതിയോരോ വിത്ത് മുളക്കാണേ. ഇനി ഒരൊറ്റ കയ്യേ ബാക്കിയുള്ളൂട്ടോ ജോയേട്ടാ. എന്താ ജോയേട്ടാ? നീ നമ്മുടെ ആമയുടെ മുയലിന്റെ കഥ കേട്ടില്ല? പിന്നെ മുയല് ശക്തനാന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലടാ ആമ പന്തയത്തിനിറങ്ങിയ. ഈ റേസ് നമുക്കൊന്ന് ഓടി നോക്കടാ. എന്തേ വേണം? എന്തുട്ടാ പേടിയുണ്ടാ? ഒരു മരവിപ്പ്. ശരിയാവും. ഓന്തിൻതല പാമ്പിൻ പോള മനയോര തേളിവ് സമം ചേർത്ത് ഗോമൂത്രത്തിൽ അരച്ചിട്ട് തോട്ടിതൻ മുനയിൽ തേച്ച് വെച്ച് ആനമേൽ ചാരി വെച്ചാൽ മത്തഗജം ഇരുന്നിടും എന്നാണ് പ്രമാണം. അതായത് ഒരു ആനയുടെ കാലിന്റെ ഇടയിൽ ഞാണ് മക്കളിന് ഒരു പാപ്പാന്റെ ജീവിതം. ആനേനൊരു പൈതൃക മൃഗമായി നമ്മുടെ സർക്കാർ പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ പാപ്പാമാർക്ക് ആജീവനാന്ത പെൻഷൻ, ഗ്രാറ്റുവിറ്റി, ലോണ്, ആക്സിഡന്റ് ക്ലെയിം എന്നിവ കിട്ടിയേ തീരൂ. അത് നേടിയെടുക്കുന്നവരെ നമ്മൾ കളക്ടറേറ്റ് ഉപരോധം നടത്തും. മനസ്സിലായില്ല? കേരള ആനപ്പാപ്പാൻ അസോസിയേഷൻ കി കപ്പാക്കി. ഒന്ന് വാ പാപ്പ, ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നല്ലേ. നേരൊക്കെ ഓടിക്കടാ പട്ടി, തലയിൽ മീൻ ചട്ടിയും വെച്ച് ഇറങ്ങിക്കോളൂ. നീ കഴിവ് ജോയേട്ടാ പറഞ്ഞ സ്ഥലത്ത് തന്നെയാ. അതല്ലേ ഇവിടെ വന്നേ. KAPA. കപ്പയുടെ സ്പെല്ലിംഗ് നോക്കി ജോയേട്ടാ, ഒരു P കാണില്ലല്ലോ. P ഒക്കെ അകത്തുണ്ടാവും. നിങ്ങൾ വന്നേ. സൂക്ഷിച്ചോളട്ടോ, പടിയുണ്ട്. ഒന്ന് പോയതായിരുന്നു. ഇവിടെ അയ്യപ്പനുണ്ട്. ഇവിടെ ഈ ആനകളുടെ ഒക്കെ സാധനം. ഇങ്ങോട്ട് പോയാ അയ്യപ്പൻ. അല്ല അയ്യപ്പൻ, അയ്യപ്പൻ ഇവിടെ ഞാൻ ജോയി താക്കോൽക്കാരൻ. എന്റെ അപ്പാപ്പനാണ് ജോൺ താക്കോൽക്കാരൻ. ഏത് പാപ്പാൻ? ആരുടെ പാപ്പാന്റെ? പാപ്പനല്ല, എന്റെ അപ്പാപ്പൻ ജോൺ താക്കോൽക്കാരൻ. എന്നെ അയ്യപ്പേട്ടന്റെ കയ്യിലേൽപ്പിച്ചിട്ടാണ് മൂപ്പര് സൗത്ത് ആഫ്രിക്കക്ക് പോയത്. നിനക്ക് വേണ്ടേ ആനപ്പിണ്ടം.
മനുഷ്യനെ കളിയാക്കി ഞാൻ കപ്പയുടെ പ്രസിഡന്റാ. അയ്യോ ആനനെ കൊണ്ട് ചവിട്ടി നിന്നെ കൊല്ലിക്കും ഞാൻ. അയ്യോ കളിയാക്കിയതല്ല അയ്യപ്പേട്ടൻ, നമുക്ക് വേണ്ടത് ആനപ്പിണ്ടാണ്. അയ്യപ്പേട്ടൻ വിചാരിച്ച നടക്കുമെന്ന് അപ്പാപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അപ്പൊ പോയിട്ട് അടുത്ത ആഴ്ച വന്നോളൂ. മിനിസ്റ്ററെ കണ്ടിട്ട് ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ. എന്താണ് പറഞ്ഞോളൂ. വീട്ടിൽ പോയി വന്നാ മതി. അല്ല ജോയേട്ടാ, ഈ ആനപ്പിണ്ടത്തിന് മിനിസ്റ്റർ ഉണ്ടാ? നമ്മള് വന്ന സ്ഥലവും ടൈമും ശരിയായില്ലടാ. അടിച്ച് വീലാണല്ലേ. കാര്യൊക്കെ മൂപ്പര് വിചാരിച്ച നടക്കും. നമ്മളത് അന്വേഷിച്ചല്ലേ. തൃശ്ശൂരുള്ള എല്ലാ പാപ്പന്മാരെ ഭീഷ്മരാണ് മൂപ്പര്. ഈ മൂലക്കുരു കാരണം ഒരു രക്ഷയിട്ടോ. പറമ്പിന്ന് എനിക്കാൻ നേരില്ല ആണല്ലേ. നിന്നെ കാണണെങ്കി ഇപ്പോ കള്ള് ഷാപ്പി വരണമെന്നുള്ളതായ ജോയി. കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മള് ചിലപ്പോ നരകത്തിൽ കയറി ഇറങ്ങേണ്ടി വരുവളേപ്പാ. സഹായിക്കേണ്ടവര് വരെ വക്കീൽ നോട്ടീസ് അയക്കണ കാലാണ്. നീ ഇന്നലെ RIP-കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ എന്തൊട്ട് പ്രോബ്ലം? അതിപ്പോ മാറ്റർ കോർട്ടിലല്ലേ. അണികളൊക്കെ ഇളകിയിരിക്ക. ഒരു പാർട്ടി അനുഭവം ആയതുകൊണ്ട് എന്നെ വിളിച്ച് എന്താ വേണ്ടെന്ന് ചോദിച്ചു. പാർട്ടിക്കെതിരെ കേസ് കൊടുക്കാൻ നിനക്ക് എന്താ വട്ടുണ്ടോ ജോയി? എനിക്കെതിരെ എളപ്പന് കേസ് കൊടുക്കാം, പാർട്ടിക്കെതിരെ എനിക്ക് കേസ് കൊടുത്തോളൂ. എന്തൊട്ട് വ്യവസ്ഥ ഗ്രീൻ. നീ ഒറ്റ ഒരുത്തനാ ഇവനെ കൊണ്ടുവന്ന് നശിപ്പിക്കണേ. കേട്ടില്ലേ നീ? അഭിമാനിക്കേ. ഞാനിപ്പോ എന്തൊട്ട് വേണമെന്നാ നിങ്ങളുടെ പാർട്ടിക്കാര് പറയണേ? നീ പാർട്ടിക്ക് വിധേയനാവണം. നിന്നെ കൊണ്ടു ചെല്ലാന്ന് ഞാൻ കേസിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കോംപ്രമൈസ് ടോക്കിനോടാ ഞാൻ പറഞ്ഞില്ലേ. കൊട്ടയ്ക്ക് പിടിച്ചു ചോട്ടോ. എന്റെ ഇളയപ്പോ ഞാനും പാർട്ടിയും തമ്മിൽ എന്തുട്ടാ പ്രോബ്ലം? ഞാൻ വരാം. ഇവിടെ ആനപ്പാപ്പന അയ്യപ്പട്ടം വരെ ഒരു ടേബിളിന്റെ അപ്പുറത്തപ്പുറത്തിരുന്ന് പ്രോബ്ലംസ് സോൾവ് ഔട്ട് ചെയ്യണ കാല. ഞാൻ വരാം. ഡോണ്ട് വറി, I'll be there. പാർട്ടിയുടെ ഒഫീഷ്യൽ ഡ്രിങ്ക് ഇപ്പൊ ഫ്രൂട്ടിയാണ് ഇളപ്പാ. പഞ്ചസാരക്ക് ഇപ്പൊ എന്താ വില അല്ലേ? ബൈ ഇലക്ഷന് KC ആണ് നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന കാൻഡിഡേറ്റ് പാർട്ടി നേതൃത്വത്തെ അറിയിക്കണ്ടേ? ഒരു തീരുമാനം എടുക്കാനേ ഇപ്പൊ തന്നെ നമ്മൾ വൈകി. അവിടെ KFC-കാര് പ്രചരണം വരെ തുടങ്ങി. നേതാവേ, വേറെ ആര് വന്നാലും ജയിക്കാൻ ചാൻസ് ഇല്ല കേട്ടാ. ഒരൊറ്റ സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാ കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ നിൽക്കണേ. അതിന് ഞാൻ റെഡിയാണ് പറഞ്ഞു. തീരുമാനം ടോപ്പ് എന്നല്ലേ പാർട്ടി പറയട്ടെ. ഇവിടുന്ന് പുഷ് ചെയ്യാനുള്ളത് നമ്മൾ അങ്ങോട്ട് പുഷ് ചെയ്യാ, അത്രേ ഉള്ളൂ. അപ്പൊ പാർട്ടിയില് മറിച്ച് ഒരു അഭിപ്രായം ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മുടെ KC-യെ ബൈ ഇലക്ഷനില് സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശം ചെയ്യാനും അത് കേന്ദ്രത്തെ അറിയിക്കാനുള്ള തീരുമാനം ഈ യോഗം കൈയടിച്ച് പാസ്സാക്കുക. അതെ. അപ്പൊ കമ്മിറ്റിയിലെ അടുത്ത അജണ്ട എന്ന് പറയണത് പാർട്ടിക്കെതിരെ അറിവില്ലായ്മ കൊണ്ട് കേസ് കൊടുത്ത ശ്രീ ജോയ് താക്കോൽക്കാരന്റെ മാപ്പ് പറച്ചിലാണ്. അപ്പൊ അതിനായിട്ട് ജോയിയെ വേദിയിലേക്ക് ക്ഷണിക്കാണ്. കേസ് നാളെ തന്നെ പിൻവലിക്കണം. മാപ്പ് തരണോ വേണ്ടെന്ന് കമ്മിറ്റി തീരുമാനിക്കും. മാപ്പ് ഞാൻ പാർട്ടിയോട് എത്ര വെച്ചാൽ പറയട്ടാ. പക്ഷേ എനിക്ക് തരാനുള്ള കോമ്പൻസേഷൻ എങ്ങനെയാ എപ്പോഴാന്നറിഞ്ഞ ഉപകാരമായി. ഇത് കിട്ടിയിട്ട് കൊടുത്തു തീർക്കാൻ ഒരുപാട് കെട്ടിമാറാപ്പുകളുണ്ടായി. കോമ്പൻസേഷൻ നീ ജീവിച്ചിരിക്കുന്ന തന്നെയാണ് ഏറ്റവും വലിയ കോമ്പൻസേഷൻ. മര്യാദയ്ക്ക് മാപ്പ് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടാ. എന്നാ പിന്നെ എന്തുകൊണ്ടാ മാപ്പ് പറയണേ? പാർട്ടിയെ ധിക്കരിച്ചേന്, പാർട്ടിക്കെതിരെ കേസ് കൊടുത്തേന്. ഇത് മാപ്പ് പറയേണ്ട അത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നല്ലേട്ടാ. നേതാവ് KC-യെ മോൻ ജോണി അമേരിക്കയിലല്ലേ പഠിക്കണേ? ഇതെവിടെ നിന്ന് ഇതിന് മാത്രമുള്ള പൈസയൊക്കെ ഇതിന്ന് കൈയിട്ട് വരണല്ലേ? അതിന്നൊരു പോർഷൻ നമുക്കൊന്ന് സെറ്റിൽ ചെയ്തൂടെ? ഇതിന്റെ പിന്നിലേ വലിയ സമൂഹ നന്മ ഞാനും കാണാനില്ലേട്ടാ. ഇറങ്ങി പോടാ അവിടുന്ന്. പേടിപ്പിക്കല്ലേ നേതാക്കന്മാരെ, പേടിച്ചു പോകൂട്ടാ. അതേ മുമ്പിലേക്ക് ഒന്നും ചിന്തിക്കാനില്ലേട്ടാ. മുകളിലെ ആകാശം താഴെ ഭൂമിയായിട്ടാ ഞാൻ നടക്കണേ. ഇപ്പോഴാട്ടാ ടെററിസ്റ്റുകള് എങ്ങനെ ജനിക്കണമെന്ന് എനിക്ക് മനസ്സിലായേ. സ്ട്രഗിളാണ്. യു ഡു വാട്ട് യു ക്യാൻ, ഐ വിൽ സീ വാട്ട് ഐ ക്യാൻ ഡു. കാണാട്ടാ ഇളപ്പൻ ഉറങ്ങിയ. സോറിട്ട കേസ്. ഇവനും ഞാനായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. പാർട്ടിക്ക് എന്തു വേണേലും ചെയ്യാം. അവന്റെ നാവ് അങ്ങോട്ട് വെട്ടിയാലോ കേസ്? എന്തിന്? അവൻ വെറും ശിശു. തല്ലിയ അവൻ വെറുതെ അങ്ങ് വളരും. അവനുള്ള പണി കോടതിയിൽ വക്കീല് കൊടുത്തോളും. എന്നാ ശരി. ഈ ആനപ്പിണ്ടം കൊണ്ട് ഒരു മനുഷ്യന് ഇത്രയും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഇപ്പോഴാദ്യമായിട്ട് കേൾക്കണേ. സത്യമാണോ അയ്യപ്പേട്ടൻ?
നമ്മുടെ ഭാര്യ വർക്ക് ചെയ്യണ ഓഫീസിൽ വരെ വിളിച്ചിട്ട് അവറ്റോളം അംഗം വിട്ട് തുടങ്ങി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇഷ്ട. സത്യത്തിലൊന്ന് കപ്പ മീറ്റിംഗ് കഴിഞ്ഞ് കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല കേട്ടോ. സത്യമായിട്ടത് എനിക്കത് മനസ്സിലായി. അയ്യപ്പേട്ടൻ അന്ന് നല്ല ഫിറ്റായിരുന്നു. അവിടുന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്റെ മുമ്പിൽ ഇപ്പം ഇങ്ങനെ ഇരിക്കാൻ കാരണം. എടാ, രക്തബന്ധത്തേക്കാൾ വലിയ ബന്ധമാണ് കുപ്പിബന്ധം, അറിയോ? അതായിരുന്നു എൻ്റെ അപ്പാപ്പനുമായിട്ട് എനിക്കുള്ള ബന്ധം. എന്നിട്ടാ കുപ്പിബന്ധം 20-ആം വയസ്സിലൊരു ചാരായ കുപ്പിബന്ധം തുടങ്ങിയ ബന്ധമാണ്. പിന്നെ നിന്റെ അപ്പം പണക്കാരനായി കാശുകാരനായി കഴിഞ്ഞപ്പോൾ കോച്ചുപ്പി വരെ ആയി. അപ്പോഴും നിന്റെ അപ്പാപ്പൻ എന്നെ മറന്നില്ല കേട്ടാ. അതാണ്ടാ മനുഷ്യർ തമ്മിലുള്ള ഈ കുപ്പിബന്ധത്തിന്റെ ശക്തി. അതേ പറഞ്ഞു സാധനം. അയ്യോ, നീ അങ്ങേരുടെ പേരക്കുട്ടി തന്നിന് കട്ടൻ ചായ. തൽക്കാലം ബന്ധം പുതുക്കാൻ വേറെ വകുപ്പൊന്നുമില്ല. സിറ്റുവേഷൻ ഭയങ്കര ട്രാജഡിയാ. അതൊന്നും സാരില്ലടാ. തനി മധുരം ഇട്ടൂരാ. ഡെയിലി എത്ര കിലോ ആനപ്പിണ്ടം വേണം നിനക്ക്? എത്ര കിട്ടിയാലും കുഴപ്പമില്ല അയ്യപ്പേട്ടാ. അയ്യപ്പേട്ടൻ, ഓ ഭാഗ്യത്തിന് ഹർത്താലുകാർ നമ്മുടെ മെഷീൻസ് ഒന്നും പൊളിച്ചില്ലേ. സാധനം കിട്ടുവച്ചാ പഴയ രീതിയിലേ ചെറിയ സ്കെയിലിൽ പ്രൊഡക്ഷൻ തുടങ്ങായിരുന്നു. ഇവിടെയുള്ള പാപ്പാമാര് മുഴുവൻ എൻ്റെ പിള്ളേരിൽ നിന്ന് ആനപ്പിണ്ടം ഇവിടെ എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് പ്രശ്നം. അല്ല, നമുക്ക് ആനോളെ ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് പിന്തുടിച്ചാലോ? ഏയ്, അത് നല്ലൊരു പോയിന്റ് ആണല്ലോ അയ്യപ്പേട്ടൻ. ആനോട് ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ട് കെട്ടിയാ പോരെ, പിണ്ടം വരില്ലേ? ഏയ്, ഇവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. അല്ലെങ്കിൽ സെയിം അറേഞ്ച്മെന്റ് നമ്മുടെ ഫ്ലാറ്റിലും ചെയ്യാം. എന്നാലും അങ്ങനെയൊക്കെ എന്നും ഒത്തു കിട്ടും എൻ്റെ ജോയിയെ. പ്രാക്ടിക്കൽ അല്ലടാ. എന്നാ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വഴി അയ്യപ്പേട്ടൻ തന്നെ പറഞ്ഞോളോ. ഒരു വണ്ടി വിളിച്ചിട്ട് ഡെയിലി തൃശ്ശൂർ പാലക്കാട് ഏരിയ പോയിട്ട് ഈ സാധനം കളക്ട് ചെയ്യാൻ പറ്റുമോ നിനക്ക്? പറ്റൂ, എത്ര ഉണ്ട വേണമെങ്കിൽ ഞാൻ കൊണ്ട് തരാന്ന്. ഒരു വണ്ടി വിളിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല അയ്യപ്പേട്ടാ. അയ്യപ്പേട്ടൻ, ഓ വണ്ടി ഡെയിലി വാടകയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞാൽ അത് മുതലിക്കില്ല. പിന്നെ അയ്യപ്പേട്ടൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് നോക്കാട്ടാ. നോക്കിക്കോളോ, ജോണേന്റെ പേരക്കുട്ടിയുടെ കൂടെ ഞാൻ ഉണ്ടെന്ന്. അത് വലിയൊരു സഹായമാകും അയ്യപ്പേട്ടൻ. അപ്പാപ്പനായിട്ട് കുപ്പിബന്ധം വെച്ചാ നമ്മള് തമ്മിലൊരു പിണ്ടബന്ധായി. തീർച്ചയായിട്ടും. ഇതെപ്പ എത്തി? നിന്റെ സാലറിയുടെ പുറത്ത് ഒരു വെഹിക്കിൾ ലോൺ സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്നാത്തിനാ BMW എടുക്കാനാ? കാര്യമായിട്ടടി ഒരു മിനി ലോറി മേടിക്കാനാ. അത് മേടിച്ചു വെച്ചാൽ നമ്മുടെ ഫാക്ടറിയിലെ പ്രൊഡക്ഷൻ റീസ്റ്റാർട്ട് ചെയ്യായിരുന്നു. എന്നാത്തിനായി വിഷമിക്കുന്നത്? ജോയ് നോക്കിക്കോ, ബൈ ദിസ് മന്ത് എൻ കാര്യങ്ങളൊക്കെ നേരെയാവുന്നേ. രാവുന്ന അനു, ചായ വേണോ? ലോറി, ഒരു മിനി ലോറി കിട്ടാൻ എന്തടി ഒരു മാർഗം? കക്കാൻ പോയാലോ? പട്ടാളം റോട്ടില് രാത്രിയാകുമ്പോ കുറെ നിർത്തിണ്ടാവും. നിന്റെ അപ്പനാതായിരുന്ന പണി? പോടി തണ്ടി. ഇതെവിടെ നിന്നൊരു കത്ത്? പുറത്തുനിന്നാണല്ലോ. സൗത്ത് ആഫ്രിക്ക. എടി, ഇത് അപ്പാപ്പന്റെ കത്താട്ടാ. ഗ്രേസ് ചേച്ചി ഇനി വേൾഡ് ടൂർ കഴിഞ്ഞിട്ട് ചന്ദ്രനിലേക്ക് വല്ല പര്യടനം പ്ലാൻ ചെയ്യുന്നുണ്ടോ? നീ ഒന്ന് പിടിച്ചടി. എന്താ ഇനി അടുത്ത കുരിശ്? ചുള്ളന്റെ ഫോട്ടോ നോക്കിയേ. എന്നിട്ടത് കുറെ ഉണ്ടല്ലോ. ഓനെ ജോയിക്കുട്ടാ, നിനക്ക് സുഖം തന്നെയല്ലേ അവിടെ? ഭയങ്കര സുഖാണ് പാപ്പ. ആ ജാതി പണിയും തന്നിട്ടല്ലേ പോയെ? ഇവിടെ എനിക്ക് പരമസുഖമാണ് മോനെ. ജീവിതത്തിലെ സുഖങ്ങൾ എന്താണെന്ന് അറിയുന്നത് ഇപ്പോഴാണ്. പ്ലാൻ ചെയ്ത പോലെ ഇക്കൊല്ലം ക്രിസ്മസിന് ഞങ്ങൾ യൂറോപ്പ് ടൂർ പോകുന്നു. പാരീസിൽ ഗ്രേസിയുടെ അനിയനുണ്ടല്ലോ, പോണ വഴിക്ക് പറ്റിയ അവിടെ ഒന്ന് കയറും. ഊർക്കാങ്കടല് കയറണമെന്ന് പറയണ പോലെ പറയണേ. ഇനി തൃശ്ശൂർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല കുഞ്ഞെ, അതും നിശ്ചയിച്ചു. ഇവിടത്തെ സിമിത്തേരിയില് എനിക്കും ഗ്രേസിക്കും കൂടി ഒരു VIP കല്ലറ ബുക്ക് ചെയ്തു. VIP കല്ലറ ബുക്ക് ചെയ്തു? നിങ്ങൾക്കും വേണം, വായിക്ക്. അങ്ങനെയുള്ള എല്ലാ ചെലവുകളും കഴിച്ച് ബാക്കിയുള്ള തുകയുടെ ഒരു ചെക്ക് ഇതിനോടൊപ്പം നിനക്ക് അയക്കുന്നു. ഇത് നിനക്കുള്ളതാണ്. ചെക്ക എവിടെ? ഇവിടെ ഒട്ടിയിരിക്കുക. ഇങ്ങോട്ട് വന്നേ. 4,50,000 അയ്യോ പാപ്പ.
നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് നിനക്കറിയാമല്ലോ കുഞ്ഞെ. നീ വലിയൊരു ബിസിനസ്സുകാരനായി താക്കോൽക്കാരന്മാരുടെ പേരിൽ ലോകം മുഴുവൻ അറിയിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കുഞ്ഞെ. ഓൾ ദ ബെസ്റ്റ്. സ്നേഹത്തോടെ അപ്പാപ്പ. എന്താ പാപ്പ? അറിയിക്കോ പാപ്പ, എന്തായാലും ഞാൻ അറിയിക്കും. ഹെൽപ്പ് വരുന്ന വഴി കണ്ടടി. നീ കണ്ടോ, പുണ്യാളം നമ്മളങ്ങനെ കൈവിടില്ല. ലോറി ഉണ്ടല്ലോ, നാളെ പടപടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഓ അപ്പാപ്പ, ഞാൻ അറിയാതെ തെറി വിളിച്ചതാട്ടാ. ഇതെന്തിരിപ്പാതെ കഴിക്കണില്ല പേട്ടാ? ഇല്ലവാ, ഉച്ച കഴിഞ്ഞിട്ട് കഴിക്കാം. അതാവുമ്പോ രാത്രി കിടക്കണോ പടം തൊട്ടെങ്കിലും വയറ്റിലേക്ക് വന്നാ മതിയല്ലോ. ശരി എന്നാ. ഏയ് എന്തുട്രാ റേഷൻ കടയുടെ മുമ്പിൽ പട്ടിയിരിക്കണോണ്ടിരിക്കണേ? ജോയേട്ടാ, മൂപ്പര് ചിലപ്പോൾ വയലന്റ് ഔട്ടാ. നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യണേ. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്ന പിന്നെ ആൾ ഇവിടെ തന്നെയാ താമസം എന്നാ കേട്ടെ. കടക്കാരെ പിടിച്ച് വീട്ടിൽ കയറാൻ പറ്റണ്ടേ? നമ്മുടെ അതേ സിറ്റുവേഷൻ. കയ്യിൽ ചുറ്റിയ ഇവനിന് റിപ്രൂവലായടാ. അപ്പയൻകുട്ടാ, ഏയ് വെളുത്താ നീ. എവിടെയായിരുന്നു കണ്ണാ? എവിടെയൊക്കെ അന്വേഷിച്ചു? അന്റാർട്ടിക്കയിലായിരുന്നു. അവിടെ ആരാളേ? മോലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുതിട്ടാ. എന്തോ പ്രാവശ്യം ഞാൻ നിങ്ങളെ പിന്നാലെ നടന്നു മോലാളി. ഓ പിന്നാലെ വന്നു. നീ പിന്നെ എന്താ എന്റെ അടുത്ത് പറയാത്ത? മറന്നുപോയി. ശ്രദ്ധിക്കല്ലേട്ടാ ഗ്രീനോ നീ. മോലാളി എന്റെ ക്ഷമ പരീക്ഷിക്കരുതിട്ടാ. നിങ്ങള് ഒരു കൊലപാതകയാക്കി മാറ്റരുത് തന്നെ. ഏയ് നീ ഇങ്ങനെ വയലന്റ് ആവില്ലേ? എടാ ഇതിപ്പോ ഒന്ന് പൊടി തട്ടി എടുക്കണ വെച്ചാ എന്ത് കോസ്റ്റ് വരും? ഏയ് നമ്മുടെ പിണ്ടല്ലേ ഇത്? 40,000-40,000 രൂപ വേണ്ടി വരും. എന്തായാലും ഒന്ന് സഹായിക്കണ്ട. വാ ഗ്രീനോ, ടേക്ക് ദാറ്റ്. യെസ്. നീ ഇപ്പൊ പഴയതുപോലെ അമ്പലത്തിൽ പോക്കുന്നില്ലടാ. സർവേ കല്ല് കാക്കത്തൂറിയല്ലോ ഒന്നും കാണാനല്ലോ. പിടിക്കേ. മോലാളി പിന്നല്ലണ്ട ആർക്കടാ. ഡാ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കും ഈ ജോയി താക്കോൽക്കാരന് ഇതുവരെ ഒരു പണി കൊടുത്തിട്ടില്ല. അപ്പൊ നിന്റെ വണ്ടിക്ക് ബാലൻസ് ഇനി എത്ര CC ഉള്ളടാ? ഒരു 1.5 ലക്ഷം രൂപ ബാക്കി ഉണ്ടാവും. 4 മാസമായിട്ട് CC ഒന്നും അടച്ചിട്ടില്ല. അത്ര ഉള്ളോ? അത് അടയ്ക്കാം. നീ ചെക്കെടുക്ക്. ഇതിങ്ങന്നേ പൊക്ക്. മണി സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഇതാ. വെച്ചാ പൂജയൊക്കെ കറക്റ്റല്ലടാ. കൂടിയ തെണ്ടൂട്ടാ. നീ CC അടച്ച് തീർക്ക്. ഇനി എന്തുട്ടി കാണിക്കണേ? നാട്ടുകാർക്ക് കാണലടാ. നീ കണ്ണീരൊക്കെ തുറച്ചേ. പിന്നെ അപ്പയാ, നമ്മള് ഈ CC അടച്ച് തീർന്നോടുകൂടി നമ്മുടെ വണ്ടിയുടെ പേര് ചെറുതായിട്ട് ഒന്ന് മാറ്റൂട്ടാ. പുണ്യാള നഗർബത്തീസ്. ചെറുതായിട്ട് മനസ്സിലായില്ലേ മോലാളി? ഒന്നുമില്ലടാ, നിന്റെ വണ്ടി നമ്മളങ്ങോട്ട് മേടിച്ചു. അല്ലെങ്കിൽ ഈ വണ്ടി ബാങ്കുകാർ കൊണ്ടുപോകും, അത്രേ ഉള്ളൂ. പിന്നില്ലാണ്ട്. എനിക്ക് എന്റെ അമ്മേനെ കട്ടും ഇഷ്ടമുള്ള വണ്ടിയാ മോലാളി ഇത്. അതിനിപ്പോ എന്താ, നീ തന്നെ ഓടിക്കണേ. പേര് ചെറുതായിട്ടൊന്ന് മാറ്റുന്നേ ഉള്ളൂ. ഈ പേരും മാറ്റാണ്ട് ഞാൻ ഓടിച്ച പോരെ മോലാളി? അയ്യോ, അപ്പൊ ഞാനൊരു പൊട്ടനാവില്ല ഭയാ. നീ ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാ മതി. സംഭവം വർക്കൗട്ട് ആയച്ചാ പുണ്യാളൻ അഗർബത്തീസിന്റെ പെർമനന്റ് സ്റ്റാഫാണ് നീ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ്. പ്രോഫിറ്റ് ഷെയറിംഗ്, അതാണ് ജോയിന്റെ ലൈൻ. നമ്മുടെ ഇൻഫോസിസിലെ നാരായണമൂർത്തിയെ പോലെ. ഏതമ്പലത്തിലെ മൂർത്തി? അഭയാ, തൽക്കാലം വലിയൊരു ശമ്പളമൊന്നും തരാൻ പറ്റില്ല. പക്ഷെ നമുക്കൊരു നല്ല കാലം വന്നാ അത് എല്ലാവർക്കും ഉണ്ടാവും കേട്ടാ. അതുറപ്പാ. എന്തേരാ ഒരു സ്റ്റാർട്ടിങ് ട്രബിള്? എന്തോ ഇത് വല്ല നടപടിയാവോ? മിസ്റ്റർ പാപ്പാൻ, ഇതിന് പിന്തുടരാൻ പ്രത്യേകിച്ച് ടൈമിങ്സ് ഒന്നുമില്ലേ? അതിപ്പോ ആരോട് പിണ്ടിടാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കാൻ പറ്റുമോ? അതിനൊരു മൂഡ് വേണ്ടേ? അപ്പൊ മൂടില്ലേ? മൂടുണ്ട്, അതൊന്ന് തുറന്നിട്ടുണ്ടേ. ഇതിപ്പോ ചോട്ടാ ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല. അതിനുള്ള ആരും പാർക്ക് ചെയ്തിട്ടില്ലല്ലോ. ഒരാന്റെ കെട്ടിനെ കണ്ടുവിടാ. ഇവനെ എവിടത്തെ സെക്യൂരിറ്റി? ഇവരെ പിടിച്ച് ആനക്കിട്ട് കൊടുത്താലോ?
ഇതിപ്പോ തീരൂത്. ഇത് കുറെ നേരമല്ലേ പറഞ്ഞു തുടങ്ങിയിട്ട്. പൂരത്തിന് ലേറ്റ് ഔട്ട് ആയിപ്പെട്ടാ. ആ ഇതാ ഞാൻ പറഞ്ഞ ജോയിയെ, വണ്ടിയിലാണ്ട് കാര്യം നടക്കൂല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, വണ്ടി വർക്ക്ഷോപ്പിലാണ്, 1.5 ആഴ്ച കൊണ്ട് റെഡിയാവും. ചെറിയ പണിയുള്ളൂ. ആ നൈസ് പണിയുള്ളോ. ജോട്ടാ, എനിക്കൊരു ഐഡിയ. നമുക്ക് ആനയ്ക്കൊരു അണ്ടർവെയർ തയ്പ്പിച്ചാലോ? അതാകുമ്പോ കുറച്ച് തുണിയുടെ ചെലവില്ലേ ഉള്ളൂ. വൈകുന്നേരം കംപ്ലീറ്റ് സാധനങ്ങൾ എത്തിയാലോ? എങ്ങനെ? അത് ശരിയാണല്ലോ. എന്താ അഭിപ്രായം? മോഹം കഷു ബഹുകൃതം തുമജൽ ഗുണേദ്യ. അത് കേറില്ലെന്ന്. രാവിലെ കുട്ടികളെ അപ്പിടിക്കാൻ ഇത്ര വിഷമില്ല അല്ലേ ജോയെ? എവിടെയായിരുന്നു ചേട്ടാ ഇത്ര നേരം? എത്ര നേരായി വെയിറ്റ് ചെയ്യണു? ആ വായോ. ഷട്ടറിട്ടാ. അയ്യോ മതി, ഇന്നത്തേക്ക് ഇത് മതി. കുന്നോളം ആഗ്രഹിച്ചുള്ള പിണ്ടോളം കിട്ടുള്ളൂടാ. കില്ലൻ സാനാട്ടാ. അടിച്ചമർത്തപ്പെട്ടവന്റെ സമരമാണ് മോലാളി ഇത്. നമ്മളുണ്ട് കൂടെ. നിന്റെയൊക്കെ സഹതാപം കാണുമ്പോ എനിക്ക് തൂങ്ങി ചാവാനാ തോന്നണട്ടാ ചിമ്പ്രൂട്ടാ. അങ്ങനെയൊന്നും പറയല്ലേ മോലാളി. ഞങ്ങൾ പോയി പണി തുടങ്ങട്ടെ. കൂലി പതുക്കെ മതി. നേരെ തൃപ്രയാൾക്ക് വിട്ടോളൂ. അമ്പലത്തിന് മുമ്പിൽ ചെന്നിട്ട് ആന്റോനെ വിളിച്ചാ മതി. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഫുൾ ഓടാ കിട്ടും. കംപ്ലീറ്റ് ചെയ്യാൻ റെഡിയാക്കിണ്ട്. ഭഗവതി, നാളെ കോട്ടയിന്ന് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നില്ല വെച്ചാ അപ്പൻ അയച്ചു തന്ന ഈ പോണ കാശും വേസ്റ്റാ. പിന്നെ നമ്മുടെ പുണ്യാള നഗരപത്തീസിനെ രക്ഷിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഏട്ടാ. യുവർ ഓണർ, എന്റെ കക്ഷി ജോയ് താക്കോൽക്കാരനെ ആക്രമിച്ച് ഫാക്ടറി തല്ലി തകർത്ത 3 RIP പാർട്ടി ഭാരവാഹികളാണിവർ. ഇടിവെട്ട് സാബു, പൈലോ പൊറിഞ്ചു, അയ്യന്തോൾ ഷിബു. ഹലോ, ഇവരാണോ നിങ്ങളെ തല്ലിയത്? അതെ യുവർ ഓണർ. തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട് യുവർ ഓണർ. എന്നെ ശാരീരികമായിട്ട് കീഴ്പ്പെടുത്തുന്നതിൻ്റെ ഇടയിൽ ഞാനും ഒരു തിരിച്ചടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നടുക്ക് നിൽക്കുന്ന ചങ്ങായിയുടെ ചന്തിമേല് ഞാൻ ഒരു വെട്ടുവെട്ടിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കോടതി ഒന്ന് പരിശോധിക്കണം. സൈലൻസ്, സൈലൻസ്. ചന്തി പരിശോധിക്കലല്ല എന്റെ ജോലി. സോളിഡായ എവിഡൻസ് വല്ലതും ഉണ്ടോ? ഉണ്ടാവില്ല യുവർ ഓണർ. ഇനി ഉണ്ടെങ്കിലും അതുകൊണ്ട് ഈ കേസിന് പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സ് ഒന്നും ഉണ്ടാവാനിടയില്ല. കാരണം ഇപ്പറഞ്ഞ 4-ാം തീയതി നടന്ന ഹർത്താലിന് 1.5 മാസം മുമ്പേ ഇവരെ 3 പേരെയും പാർട്ടി അച്ചടക്ക വിധേയമായി ഡിസ്മിസ് ചെയ്തതാണ്. പ്ലീസ് സീ അവർ ഡിഫൻസ് എവിഡൻസ്. ഇവരെ 3 പേരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പാർട്ടി മിനിറ്റ്സ് ആണിത്. ഡ്യൂലി ഡേറ്റഡ്. ദിസ് എവിഡൻസ് ഈസ് ഫാബ്രിക്കേറ്റഡ് യുവർ ഓണർ. സംഭവം ശരിയാണല്ലോ. അതായത് ജോയ് താക്കോൽക്കാരൻ ആക്രമിക്കപ്പെടുമ്പോൾ ഇവർ പാർട്ടി പ്രവർത്തകരല്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയും ഈ കേസും തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കുന്നു. സോ പ്ലീസ് കൺസിഡർ ദിസ് കേസ് ക്ലോസ്ഡ് യുവർ ഓണർ. പാർട്ടി പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇയാളെ എന്തിനാ തല്ലിയത്? ഞങ്ങളാരും തല്ലിയിട്ടില്ലേട്ടാ. ഏയ് പതുക്കെ, പഴയ ബിൽഡിംഗ്. ഇവര് തല്ലിയിട്ടില്ല എന്ന് പറയുന്നു. പ്രൊഡ്യൂസ് ചെയ്യാൻ തന്റെ എവിഡൻസ് ഒന്നുമില്ല. കേസ് തള്ളി പോവല്ലോ താക്കോൽക്കാരാ. ഇവര് പറയണ കള്ളാണ് യുവർ ഓണർ. പാർട്ടിയുടെ പേരും പറഞ്ഞിട്ടാണ് ഇവറ്റോളെന്നെ തല്ലിച്ചതച്ചേ. കോടതിക്ക് വേണ്ടത് പ്രൂഫാണ് മിസ്റ്റർ ജോയ് താക്കോൽക്കാരൻ, അല്ലാതെ ഇതുപോലുള്ള ഇമോഷൻസ് അല്ല. ബഹുമാനപ്പെട്ട കോടതി അനുവദിക്കുമെങ്കിൽ ചില കാര്യങ്ങൾ എനിക്ക് ബോധിപ്പിക്കാനുണ്ട്. മാഷ് പറഞ്ഞോളൂ. ഇവരും ഇവരുടെ പാർട്ടിയും ഇവരുടെ വക്കീലും പറയുന്നത് പച്ചക്കള്ളമാണ്. മാഷൊന്ന് തെളിച്ചു പറയൂ. ഈ പറഞ്ഞ 4-ാം തീയതി ഹർത്താലിന് ശേഷം 10-ാം തീയതി നടന്ന വഴുതന പ്രക്ഷോഭത്തിൽ ഇവര് 3 പേരും RIPയെ റെപ്രസെന്റ് ചെയ്ത് പങ്കെടുത്തിട്ടുണ്ട്. ഹർത്താലിന് 1.5 മാസം മുമ്പ് ഇവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിൽ
എങ്ങനെ ഇവർക്ക് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റും? അതിന് വല്ല എവിഡൻസ് ഉണ്ടോ? ഉണ്ട്. ആ പ്രക്ഷോഭം കവർ ചെയ്ത മീഡിയ റിപ്പോർട്ട്സ്, ഫോട്ടോഗ്രാഫ്സ് ഒക്കെ തെളിവായിട്ടുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ സാക്ഷിയെ പരിഗണിക്കരുത്. മുൻകൂർ പെർമിഷൻ എടുക്കാതെ കോടതിക്കുള്ളിൽ എങ്ങനെ ഒരു സാക്ഷിയെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? അങ്ങേക്ക് വേണമെങ്കിൽ എന്റെ വാദങ്ങളൊക്കെ തള്ളിക്കളയാം. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. ഈ രാഷ്ട്രീയ നപുംസകങ്ങളുടെ കൂടെ വേദി പങ്കിട്ടതിൽ ഞാൻ ലജ്ജിക്കുന്നു യുവർ ഓണർ. എന്ത് നിന്നുണ്ടല്ലോ പോലീസ് പിടിച്ച് മാറ്റാണ്. അവിടെ പോയിരിക്കണോ? ഓർഡർ സെക്യൂരിറ്റി. എന്തിട്ട് മാഷ ഇതൊക്കെ? ഈ കേസും ജയിച്ച് പാർട്ടിക്കാരുടെ നിന്ന് പൈസയും കിട്ടിയിട്ട് എൻ്റെ പ്രോബ്ലം ഒന്നും തീരാൻ പോകില്ല പേട്ടാ. അത് ഇന്ന് എനിക്ക് ഷുവറായി. നിനക്ക് എത്ര ആനപ്പിണ്ടം വേണം? എത്ര വേണമെങ്കിലും ഞാൻ ഇവിടെ കൊണ്ടുതരും. അങ്ങനെ വേണ്ട, ഞാൻ അവിടെ കൊണ്ടുതരും. ദേ വരുന്നത് നിന്റെ ഡ്രൈവർ. നമസ്കാരമുണ്ട്. എന്നതാ ഇവിടെ പുതിയൊരു പരിപാടി? നേരെത്രയെന്ന് അറിയോ? നീ പൊക്കോ, ഞാൻ വന്നോളാം. സീരിയസ് മാറ്റർ ആണല്ലോ. കേസിന് എൻ്റെ ഹെൽപ്പ് വല്ലതും വേണോ? നോക്ക്, KC മാത്യൂസിന്റെയും പപ്പൻ കോട്ടപ്പുറത്തിന്റെയും കംപ്ലീറ്റ് ഫോൺ റെക്കോർഡ്സ് ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് എടുത്തുതരാവേ. എടുത്തുതരാവേ. ഒന്ന് പോയടി, എന്നിട്ട് വേണം ഉള്ള പണിയും കൂടി പോവാൻ. അനേ, ഞങ്ങള് ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കാറുണ്ടടി. ഒരു കോർപ്പറേറ്റ് ലൈനില് ഇവിടുത്തെ പാപ്പന്മാർക്കൊക്കെ ഗ്രൂപ്പ്സും എടുത്തു കൊടുത്താലോ? അപ്പോൾ പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കാമല്ലോ, ഗോട്ടിട്ടെന്ന് പറഞ്ഞിട്ട്. എന്താ എൻ്റെ അഭിപ്രായം? ഒരാനയെ വെച്ച് മറക്കണോ? പിന്നല്ലേ ഒരു ചീഞ്ഞ പോൺ. നീ പോയരാ. When I was a papan, all infants are my brothers and sisters. പോവാൻ ജോയ്. നീ പൊക്കോ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്. പണിയൊക്കെ നാളെ എടുക്കാം. ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. കം ഓൺ, വാ. കുടിച്ചുണ്ടോ? ഇല്ല, ഞാൻ കുടിച്ചോളാം. വാ. ശരി എന്നാ. ഓക്കെ. പിന്നെന്ത് ചെയ്യുന്ന നേരത്ത്? ഹലോ റീനുവേ, എന്തുട്ടാ? എപ്പോ? എവിടെ വെച്ച്? എന്തിനാടാ? ആ ദേ വരണു. എന്നതാ ഉണ്ടായേ? ആ പയ്യനെ കള്ളക്കടത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു. കർത്താവേ, എന്തൊക്കെ പുലിവാലാണോ? എവിടാ തണ്ടി? അകത്തുണ്ട്. അവൻ എന്തിട്ട് കള്ളക്കടത്ത് നടത്തിയ? ആനപ്പിണ്ടം. എന്നിട്ട് ആനപ്പിണ്ടം ഫ്രെയിം ചെയ്താ ജോയെ, ജാമ്യൊന്നും കിട്ടില്ല. കേസ് നടക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കൊണ്ടാൻ വേണ്ടി ആനപ്പിണ്ട പ്രശ്നമൊന്നും വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് അകത്തേക്ക് വന്നേ. ഇടിവെറ്റന്റെ തല കിടന്ന് പാമ്പ് ഡാൻസ് കളിക്കണം. അല്ല, ഈ ആനപ്പിണ്ടെന്ന് പറയുന്നത് നിങ്ങക്ക് റോട്ടിൽ കൂടെ അങ്ങോട്ടും കൂടെ തട്ടിക്കളിക്കല സാധനം വിചാരം? ഓണേഴ്സിന്റെ അനുവാദമില്ലാതെ ഒരു സാധനം കടത്തണതിനാണ് ഞങ്ങൾ പോലീസുകാർ കള്ളക്കടത്ത് എന്ന് പറയുന്നത്. വണ്ടിയിലുള്ള ആനപ്പിണ്ട് എടുക്കാൻ റെസ്പെക്റ്റീവ് ആന മുതലാളിമാരുടെ പെർമിഷൻ ഉണ്ടോ നിങ്ങക്ക്? മുതലാളി, എന്നെ രക്ഷിക്കും മുതലാളി. കുറച്ച് കഴിയട്ടെ. പോരാണ്ട് എൻവയറൺമെന്റ് ബോർഡിന്റെ കംപ്ലൈന്റ് വേറെയും. സാറേ, ആന ഇങ്ങനെ വെറുതെ റോഡിലൂടെ പോകുമ്പോ അത് വെറുതെ ഇടുന്ന സാധനമല്ലേ ഈ പിണ്ടം? അന്ന് വെച്ച് നിങ്ങൾ ആനനെ അറസ്റ്റ് ചെയ്യാറുണ്ട? ഇനിയില്ലേ വർത്താനെങ്കില് നീയും ഉള്ളി കിടക്കും. കാണാ പാർട്ടിയുടെ ആളാ, പറഞ്ഞിട്ട് കാര്യമില്ല. ക്രിമിനൽ കുറ്റമൊന്നും അല്ലല്ലോ സാറേ, ഒരു ജാമ്യം കൊടുത്തൂടെ? എന്തോ എനിക്ക് എന്റെ അമ്മയെ കാണണം. മിണ്ടായിരിക്കടാ. പാർട്ടിന്ന് നേരിട്ട് വിളിച്ചു പറഞ്ഞ കേസാ. ഇനി എന്തെങ്കിലും നടക്കണമെങ്കിൽ കേസ് സാർ വിചാരിക്കണം. എന്റെ പട്ടി പിടിക്കാനുള്ള കാര്യം നിങ്ങൾ ഇവരെ കോടതിയിൽ സമർപ്പിക്കുമല്ലോ. ഞാൻ അവിടെ നിന്ന് ജാമ്യം എടുത്തോളുണ്ട്. വക്കീൽ വക്കീലെ നീ റെസ്റ്റ് ചെയ്തോ പയ്യാ. മുതലാളി, എന്റെ കൂടെ കൊണ്ടുപോ മുതലാളി. നീ പേടിക്കണ്ട, ജോയേട്ടൻ എല്ലാം റെഡിയാക്കും. ഊറാ, ഒക്കെ ശരിയാക്കും. നിങ്ങളുടെ കൂടെ കൂടിയ പിന്നെ എന്റെ ജീവിതം ആന ചവിട്ടിക്കുട്ടി ആനപ്പിണ്ട മരിച്ചു. എനിക്ക് എന്റെ അമ്മയെ കാണണം.
അമ്മേനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചാ മതിയാ. ചക്ക സ്ഥലം കലയൊക്കെ നോക്കടാ. ചെല്ലേ ചെല്ലേ. അയ്യോ ദേ പോടൂ. എന്റെ പിണ്ടങ്ങൾ കിടക്കണ കിടപ്പ് കണ്ട. കോടതിയിൽ ആ സംഭവം കഴിഞ്ഞോടുകൂടി ഞാൻ ആകെ ഡൗൺ ആയിരുന്നു വക്കീലെ. ഇപ്പൊ ചാർജായി. വക്കീല് കണ്ടോ, ഇവരൊക്കെ കോടതിയിൽ വെച്ച് ഞാൻ പൊരിപ്പിക്കും. അവരുടെ ഫോൺ റെക്കോർഡെങ്കിൽ ഫോൺ റെക്കോർഡ്, വിഷ്വലെങ്കിൽ വിഷ്വല്. ഒരു കളി കളിക്കാൻ പോണു വക്കീലെ. ഗ്രീനന്തി കയറിയ ഇനി അങ്ങോട്ട് പൂരാണ് വക്കീലെ. സുന്ദരി നീയും സുന്ദര ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ഗാനമേളെ എവിടെ നോക്കിട്ടാണോ പാടണ സുന്ദരിന്ന്? അതെ എനിക്കും കാണണം. കണ്ട പേടിയാവും. ഫോട്ടോ എടുക്കല്ലേ ഫോട്ടോ എടുക്കല്ലേ, പാർട്ടി അറിഞ്ഞാ സസ്പെൻഡ് ചെയ്യും. ഞാൻ ഫോട്ടോ എടുക്കും. മാത്യു ചേട്ടനെ ഈ രൂപത്തിൽ കാണാൻ എന്ത് ഭംഗിയാന്നറിയാമോ? ഞാൻ ഫോട്ടോ എടുക്കും കേട്ടോ. ഇവിടെ വല്ല ഒളിക്യാമറ ഉണ്ടടി? മാത്യു ചേട്ടൻ അത്രയ്ക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? പിന്നെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തല്ലേ, ഇതൊക്കെ നമ്മൾ തമ്മിലുള്ള സീക്രട്ട് അല്ലേ? നമ്മുടെ മെമ്മറിയിൽ മതി. അതെ, വാക്ക് പറഞ്ഞൊന്നും മറക്കാതിരുന്നാ മതി. മോടെ പഠിത്തം എല്ലാം തീരും. നമുക്കവിടെ കല്യാണം നടത്തണ്ടേ? ആരുടെ? എന്റെ മോടെയും മാത്യു മോന്റെയും. വേറെ ആരുടെയാ? ആ വാക്കിന് മാറ്റം വന്നാൽ പിന്നെ എന്റെ മുഖം മാറും. എന്നെ അറിയാലോ. അത് ഉറപ്പല്ലേ? സമയാവട്ടെ. ബന്ധുക്കളായി കഴിഞ്ഞ പിന്നെ നമുക്ക് എത്ര ഫാൻസി ഡ്രസ് വേണം കളിക്കാവല്ലോ എന്റെ മാത്യു ചേട്ടാ. നമ്മുടെ ബില്ലാതെ ഒബാമ പിടിച്ച ഇതേപോലെടാ. അത് ബുഷല്ലട വേണ്ട. 2012 ഒബാമയുടെ. മാത്യു ചേട്ടാ, ഫേസ്ബുക്കിലുള്ള മോടെ പുതിയ പടം കാണിച്ചു തരട്ടെ? എനിക്ക് നിന്റെ പടം കണ്ടാ ഹലോ, എല്ലാം ഓക്കെയാണ് ചോട്ടാ. ഇന്നേ തണ്ടിയെ പൊക്കിയിരിക്കും. ഫോട്ടോ അമേരിക്കയിൽ നിന്ന് ജോലിമോൻ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കണ്ടത് മതി. ആരവിടെ? ആരാ കണ്ടു ഓടിയില്ലോ? നമ്മളെന്തിനോ ഗ്രീനോ കപ്പ് കിട്ടാൻ പോയി പിടിക്കടാ. മാത്യു ചേട്ടാ, എവിടേക്കാ മാത്യു ചേട്ടാ? അങ്ങനെയൊക്കെയായി വരും. എനിക്ക് ശീലുണ്ട്. എന്തിയുടെ വയറാ കൊള്ളാല നൈറ്റ് ഉഷേച്ചി എന്നെ ഗർഭിണിയാക്കിയ പോലീസിനെ വിളിക്കടാ. നേതാക്കന്മാർക്ക് എന്ത് തെമ്മാടിത്തരാ വന്ന തൃശ്ശൂർ നടക്കില്ലട്ടോ. പ്ലീസ് നാറ്റിക്കരുത്. എന്ത് വേണമെങ്കിലും ചെയ്യാം. പ്ലീസ് പ്ലീസ്. കേസി സാർ ക്ഷമിക്കണേട്ടാ. നാട്ടുകാര് പിരിഞ്ഞു പോകാത്തോണ്ടാ ഇത്ര നേരം അകത്തിരുത്തേണ്ടി വന്നത്. മാറാനൊരു മുണ്ടാടോ? ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാനെന്നും കൂടെ ഉണ്ട് കേസി. ഇതും നമുക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലട്ടാ. കേസിയുടെ അറസ്റ്റിനെ പ്രതിഷേധിക്കാൻ നമുക്ക് നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചാലോ? മിണ്ടാണ്ട് വണ്ടി കയറാൻ നോക്കടോ. വേറൊരാളറിയാതെ ഒതുക്കി തീർക്കാൻ നോക്കുമ്പോഴാ ബൈ ഇലക്ഷൻ തലേ കയറി നിൽക്കുക. മനസ്സിലായടോ? മീഡിയാസിനെ മാത്രം സൂക്ഷിച്ചാ മതി. അവറ്റയാളെ പിടിച്ചാ കിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ ചാനലുകാരൻ ഈ കൊലത്തിൽ ഷൂട്ട് ചെയ്തോണ്ടല്ലോ. ചാലിയാരെ പൊക്കാൻ ആള് പോയിട്ടുണ്ട്. കേസി പേടിക്കണ്ട. എന്റെ കേസ് സാറേ, ഇതിലും വലുത് കാണിച്ചിട്ട് നമ്മളെ നേതാക്കന്മാരൊക്കെ കൂളായിട്ട് കിടക്കണം. പിന്നല്ലേ എനിക്കിത് സഹിക്കാൻ പറ്റില്ല കേസി.
എന്റെ ശരീരം മുഴുവൻ കേസിക്കുള്ള ഇത് പിടിക്ക്. കേസുകാർ കയറിയേ നീ വരുന്നില്ലടാ. പുത്തമ്പള്ളി പോയി കേസിക്ക് ഒരു മെഴുകുതിരി കത്തിക്കണം, എന്നിട്ട് വരാ. എനിക്കിത് കണ്ടിക്കാൻ വയ്യ. ഞാനിപ്പോ തല നിന്ന് ചാവും. ഇത് ആവർത്തിക്കില്ല കർത്താവേ, രക്ഷിക്കണേ. നേരെ പാർട്ടി ഓഫീസിലേക്ക് വിട്ടോട്ടാ. പിന്നെ ഈ സൈസ് തെണ്ടികളൊക്കെ ആക്കലല്ലേ കർത്താവിന് പാതിരാത്രിക്ക് പണി. ഒരൊറ്റ ന്യൂസും പുറത്തു വരാൻ പോലില്ലട്ടാ. വീണാലും 4 കാലിലേ വീഴൂ. പൂച്ചയുടെ ജന്മല്ലേ കേസി ചേറ്റ. പോക്കോ, ഞാൻ വിളിച്ചോളാം. അയ്യോ ഇത് തീരെ പോരട്ടാ. കൊണ്ടുവന്ന ന്യൂസും തീരെ പോരാ കുഞ്ഞാപ്പി. ഉമ്മക്ക് എന്തേലും യൂസ് വേണ്ടേ? തമ്പൊക്കെ ഞാൻ വിളിച്ചോളാം, ആരും കാണണ്ട. പൊക്കോ. ശരി. 2 ദിവസം കഴിഞ്ഞാൽ കോടതി കൂടും. നമ്മുടെ കയ്യിലുള്ള എവിഡൻസുകൾ വെച്ച് പിടിച്ചാ നടക്കൂ ചേട്ടാ? ഹേയ്, അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. അവരുടെ അത്ര കാശും സ്വാധീനവും നമുക്കില്ല. ഗ്രീനു, അപ്പൻ അയച്ചെന്നല്ലേ ബാലൻസ് എത്ര കാശുണ്ടാ? എന്തിനു ചേട്ടാ? ഇപ്പം മുയലിനെ തൽക്കാലം നമ്മൾ ഉറക്കി കിടത്തിയേക്കല്ലടാ. ആമയ്ക്കുള്ള ലാസ്റ്റ് ചാൻസാ. ഒരു ഡിസിഷൻ ഞാൻ അങ്ങോട്ട് എടുക്കാൻ പോവാട്ടാ. വേറെ ഒരു വഴി മുമ്പിൽ കാണാത്തോണ്ടാ. ഇപ്പോ എന്നെ സപ്പോർട്ട് ചെയ്തില്ല അച്ഛാ, പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തെറ്റും. അത് മനസ്സിൽ വെച്ചോളൂ. എന്ത് ഇവിടെ പറഞ്ഞാടാ. നാളെ ഹർത്താൽ. ഈശ്വര, കുഴപ്പമൊന്നുണ്ടാവില്ലേ? അപ്പാ ചെങ്കരുത് ഇത് ഒടുക്കത്തെ രാഷ്ട്രീയക്കാരനേക്കായി പോയിട്ടാ. മുതലാളുടെ ബുദ്ധി ഇത് സമ്മതിക്കണം. നോട്ടിച്ചു സാറേ. ജോയേട്ടാ, സംഭവം നോട്ടിച്ചു. എന്നാലും ഈ പോസ്റ്റർ മാത്രം കണ്ടുകൊണ്ട് ആളുകൾ നാളെ ഹർത്താൽ ആചരിക്കുവോ? ഒരു ടെൻഷൻ. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലടാ. ഒരു ന്യൂസ് സ്പ്രെഡ് ആകാനുള്ള കറക്റ്റ് പോയിന്റ് നമ്മൾ പിടിക്കണം. അതെങ്ങനെ? ഔ, ദേ വരണു 2 പോയിന്റ്സ്. എന്തിട്ടാ അവിടെ? സാറിലേച്ചാ എവിടിക്കാ? നാളെ ഹർത്താലിന് ആ KC മാത്യൂസിനെ തടിച്ചുപെട്ട വീടിന്ന് പോലീസ് നോക്കിത്ര. ഇവരൊക്കെ ഫീൽഡിൽ ഇറങ്ങിയ നമുക്ക് ഭീഷണിയാവൂല അഭയ? ശരിയാ. ഹലോ, ഇന്നിന് നടക്കില്ലടാ. പുലർച്ചോട്ട് ഹർത്താലാ. ഞാൻ വീട്ടിലേക്ക് പോവാ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംഭവം വർക്കൗട്ടാണ് കണ്ടടാ. നാളെ നേരെ ഒന്ന് വെളുത്തോട്ടം മോനെ. കിട്ടി. 1.5 രൂപയില് സാമ്പാർ ഒതുക്കി വേറെ ഒരു ചാനലിലേക്ക് സാധനം പോയിട്ടില്ല. നമുക്കേ പാർട്ടിയുടെ സേഫ് ലോക്കറിൽ വെച്ചോണ്ട് പൂട്ടാം. എന്തിനാ? തനിക്ക് വിശക്കുമ്പോ പുഴുങ്ങി തിന്നാനോ? അവന്റെ ടേപ്പ്. എടാ മോനെ, പിള്ളേരാരെങ്കിലും മൊബൈൽ എടുത്തിട്ടുണ്ടാവോ? അവര് മറ്റേ ട്യൂബിലിട്ടാ. ട്യൂബാ? എന്തിട്ട് ട്യൂബ്? ഹൈ, നമ്മുടെ ട്യൂബില്ലേ? യൂട്യൂബാ? അമേരിക്കയില് ജോണിക്കുട്ടി വരെ കാണൂലോ. അതെ, ഈ അർദ്ധരാത്രിയില് എന്തിട്ടായിരുന്നു KCക്ക് മെമ്പറുടെ വീട്ടിലെ കാര്യം? അതൊരു ആഭ്യന്തര കാര്യം ചർച്ച ചെയ്യാൻ പോയതാ. ആഭ്യന്തരം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട KC. നൈറ്റ് ഇട്ടിട്ടല്ലേ ആഭ്യന്തര ചർച്ച? ഇനി പത്രത്തിൽ വല്ലതും വരൂ? എന്നാ പിന്നെ തൂങ്ങി ചെത്താ മതി. പത്രം വന്നില്ല, അതിലുണ്ടോ നോക്കിയേ. പിടിവലി കൂടുതല കീറുള്ളത്. പീസ് ഇങ്ങോട്ട് തന്നിടാ. ഓ, ഫ്രണ്ട് പേജിലില്ല. നോക്കട്ടെ.
ഇല്ല. നോട്ടീസാ നോക്കട്ടെ. KPSC എന്താ കേസ് ഇത്? ഇതിൽ കേസ് എനിക്ക് മനസ്സിലായി. RIPA കേസ് എന്താ പാർട്ടി പളത്താനുള്ള പരിപാടിയാ? എനിക്കൊന്നും അറിയില്ല പപ്പ. കർത്താവേ, റീനപ്പ പത്രം വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേസി മേയറാവാനുള്ള വെള്ളം വാങ്ങി വെച്ചട്ടാ. കുറച്ചു ദിവസമാണെങ്കിലും ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കുന്നത് ബോഡിക്ക് നല്ലതാ. തൃശൂരിന്റെ പൊന്നോമനയും നമ്മുടെ നാടിന്റെ സ്വത്തുമായ പ്രിയപ്പെട്ട KC മാത്യു സാറിനെ കള്ളക്കേസിൽ കുടുക്കി പഴിചാരിയ പോലീസിനും അതിന് കൂട്ടുന്ന മാധ്യമങ്ങൾക്കും മറ്റ് സംഘടനകൾക്കുമെതിരെ KPSC നടത്തുന്ന ഈ ഹർത്താൽ വിജയകരമാക്കി തന്ന എല്ലാ ഒല്ലൂർ നിവാസികൾക്കും ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് സംശുദ്ധമായ റൂട്ടിലൊരൊറ്റ ആളില്ലട്ടോ. കേസിക്ക് പബ്ലിക്കിൽ ഇത്ര സപ്പോർട്ട് ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ ബോധ്യായിട്ടാ. പെണ്ണേസിൽ തല്ലാനും കൊല്ലാനും എന്നെ കിട്ടില്ലട്ടാ. നാണം കെട്ട കേസാണ്. അതെ, എത്ര ഒളിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. കാലത മോനെ, മറ്റേ ട്യൂബ് ലീക്കാതായിരിക്കും. ഞാൻ കപ്പ പ്രസിഡന്റാണ്. കപ്പല്ല ചക്ക. വണ്ടി കയറൂ. ആളെ പിടിച്ച് കയറൂ. വണ്ടി എടുക്കണോ? ചേട്ടാ, സംഭവം സക്സസ് ആ ചേട്ടാ. അയ്യപ്പേട്ടനൊക്കെ ഈസി ആയിട്ട് ജാമ്യം കിട്ടും. വക്കീലിനെ ഒന്നും ഇനി കേൾക്കാൻ പാകില്ല. നമ്മുടെ ഹർത്താൽ കാരണേ ഇന്ന് കോടതിയും കൂടെ തുറന്നില്ല. എനിക്കവനെ കൊന്നാ പോരാ, വെട്ടി നുറുക്കണം വക്കീല്. വെറുതെ മണ്ടത്തരം പറയില്ല കേസി. ഒല്ലൂർ വാർഡിലെ കൃത്യമായി പ്രൂഫ് പോലും ഇല്ലാത്ത ഒരു ചെറിയ നാറ്റക്കേസ്. ഒന്ന് സോപ്പ് തേച്ച് കുളിച്ചാൽ മാറാവുന്നേ ഉള്ളത്. നമുക്ക് അവനെ നിയമം കൊണ്ട് തന്നെ കുരുക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. അതിനുള്ള കുഴി അവൻ തന്നെ തോണ്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നാളെ കോടതിയിലേക്ക് വരണം. കേസി, മാളത്തിൽ ഒളിച്ചിരിക്കുന്ന നേതാവിനെ എന്തെങ്കിലും മറയ്ക്കാനുള്ളൂ. മനസ്സിലായോ? ഇതിവർ പാർട്ടി ഗുണ്ടകളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് യുവർ ഓണർ. എന്റെ കക്ഷി ജോയെ ആക്രമിച്ചതിന് ശേഷമാണ് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പേരിനുള്ള ഈ ഡിസ്മിസൽ. ചെക്ക് ദിസ് ഒറിജിനൽ പാർട്ടി മിനിറ്റ്സ് യുവർ ഓണർ. ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ആണ് ഇന്നലെ നടന്നിരിക്കുന്നത്. പ്ലീസ് സീ ദിസ് യുവർ ഓണർ. ഇതാണോ? ഇത് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. കേസിനെ പെണ്ണ് കേസ് ഹർത്താലല്ലേ? ഈ വ്യാജ ഹർത്താലിന് പിന്നിൽ ആരൊക്കെയാണെന്ന് ജോയ്ക്കറിയാമോ? നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല മിസ്റ്റർ ജോയ്. നിങ്ങളുടെ ഇമെയിലിൽ നിന്നാണ് ആ നോട്ടീസിന്റെ സോഫ്റ്റ് കോപ്പി തൃശൂർ പ്രിന്റേഴ്സിൽ എത്തിയിട്ടുള്ളത്. ഇന്നലെ ഹർത്താലിന്റെ ഭാഗമായി ഒല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളവരിൽ പലരും നിങ്ങളോടൊപ്പമുള്ളവരായിരുന്നു. ആണോ താക്കോൽക്കാര? ശരിയാണ്, ഞാൻ തന്നെ നടത്തിയ. ഈ ഹർത്താൽ വിജയിക്കാനുള്ള കാരണം പെണ്ണ് കേസിൽപ്പെട്ട KC മാത്യൂസിനോട് ജനങ്ങൾക്കുള്ള സപ്പോർട്ട് കൊണ്ടാ? അല്ല, നമ്മുടെ നാട്ടുകാർക്ക് ഹർത്താൽ എന്ന് കേട്ടാൽ മതി അത് ഏത് പാർട്ടി നടത്തണമെന്നുള്ളതൊരു വിഷയമല്ല. ഡെയിലി ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർത്താൽ ആഹ്വാനം ചെയ്യാനുള്ള ധൈര്യം വെച്ചോണ്ട് ഇത് തന്നെയാ. ഈ തേങ്ങ കാരണം ഇവിടെയുള്ളവർക്ക് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുന്നതെന്ന് ചിന്തിക്കണ്ടോ വെച്ചോളൂ. അത്തരം വലിയ വലിയ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഇവിടെ ഒരു ഗവൺമെന്റ് മിഷനറി ഉണ്ട് മിസ്റ്റർ ജോയ്. ബട്ട് ഫോർ ദ ടൈം ബീങ് ഒരു വലിയ സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു സാമൂഹ്യ വിപത്താണ് മിസ്റ്റർ ജോയ് എന്ന് സ്വയം കോടതിയിൽ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെ ഹർത്താൽ നടത്തി ജനജീവിതം തടസ്സപ്പെടുത്തിയതിന് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 3 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റമാണ് മിസ്റ്റർ ജോയ് ചെയ്തിരിക്കുന്നത്. ഇയാളെപ്പോലെ അപകടകാരിയായ ഒരു മനുഷ്യനെ തുറന്നുവിട്ടാൽ അത് ഈ നാടിന് തന്നെ ഭീഷണിയായേക്കാം. ആസ് പെർ കാപ്പ് ആക്ട് ഈ നിൽക്കുന്ന ജോയ് താക്കോൽക്കാരനെതിരെ
കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. സർക്കാരിനെ വെല്ലുവിളിച്ച് ജോയ് താക്കോൽക്കാരൻ ഹർത്താൽ നടത്തിയത് ഗുരുതരമായ ചട്ടലംഘനം തന്നെയാണ്. ആയതിനാൽ ഈ കേസിന്റെ തുടർ നടപടികൾ ഉണ്ടാകും വരെ ജോയ് താക്കോൽക്കാരനെ പോലീസ് കസ്റ്റഡിയിൽ വിടാൻ ഈ കോടതി ഉത്തരവാകുന്നു. നെൽസൺ മണ്ടേലനൊക്കെ സമ്മതിക്കണം കേട്ടാ. ജയിലെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ലോകം മുഴുവൻ പുറത്ത്, നമ്മളീ 6 അടി മുറിയിലും. ബെയിലിന് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെന്നേ. പിന്നെ എന്നാ ഇത് കോട്ടയം ഭാഷ പറഞ്ഞാ നിന്നെ ഞാൻ ഡൈവേഴ്സ് ചെയ്യൂട്ടാ. ആ എന്തായി വക്കീലേ, നല്ല രക്ഷണ്ടാ? ജാമ്യം കിട്ടില്ല. കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിയൂർക്ക് മാറ്റും. ഈ വിയൂർ ജയില് ഇതിനേക്കാളും ചെറുതാ മാഷെ? മാഷ് കിടന്നിട്ടുള്ളതല്ലേ ഈ സമരമൊക്കെ ചെയ്യുമ്പോ? 3 വർഷം ഓരടിക്കൂലടാ ഗ്രീൻവേ. ഏയ് നീ ഇത് എന്തുകൊണ്ടൊക്കെ അറിയണേ? കംപ്ലീറ്റ് പോസിറ്റീവാടാ. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ മനസമാധാനത്തോടെ ചിന്തിക്കാലോ. ഒറ്റൊരെണ്ണം ശല്യപ്പെടുത്താൻ വേണ്ടി വരില്ലേ? പുണ്യാളൻ അഗർബത്തീസിനേക്കാളും ഒരു പുതിയ ഐഡിയ ആയിട്ട് ഞാൻ പുറത്തു വരുള്ളൂ. നീ നോക്കിക്കോ. ഒറ്റ വിഷമമുള്ളൂ മാഷെ, ഇത്രയും കാലം ജീവിച്ചിട്ടും ഈ വേൾഡില് നമ്മളൊരു മാർക്ക് ബാക്കി വെക്കാൻ പറ്റിയില്ലേ? അപ്പോഴേക്കിനകത്തായില്ലേ? ജോയെ, നീ ചെയ്ത തെറ്റിലും ഒരു വലിയ ശരിയുണ്ട്. ഇവിടുത്തെ ശരിയൊക്കെ ആർക്കാ വേണ്ട മാഷെ? ഈ നാടിന് വേണം. അങ്ങനെ ആരും അറിയാതെ നിന്റെ ശ്രമം അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാ മാഷേ? നിയമം പോലീസൊക്കെ അവരുടെ കൂടെയല്ലേ? എല്ലാ കാലത്തും എല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. നിലനിൽക്കുന്ന വ്യവസ്ഥിതിയെ എന്നും തകിടം മറിച്ചിട്ടുള്ളത് ചങ്കുറപ്പുള്ള ശബ്ദമാണ്. നീ പകുതി വെച്ചിട്ട് പോയ ആ ശബ്ദം ഞാൻ ഏറ്റെടുക്കാൻ പോവാ. ഈ ഭരണകൂടം നിനക്ക് നീതി തരുന്നതുവരെ ഞാനിവിടെ ഒരു അനിശ്ചിതകാല ഉപവാസം തുടങ്ങാൻ പോവാ. കണ്ണുള്ളവർ കാണട്ടെ, കാതുള്ളവർ കേൾക്കട്ടെ. ആ സമരപ്പന്തലിൽ കിടന്ന് മരിക്കാനാണ് എന്റെ വിധിയെങ്കിൽ അത് ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കും. ഞാനുണ്ടടാ നിന്റെ കൂടെ. ആൾക്ക് വല്ല കഴിയോ വല്ല പരിപാടി വേണമോ? അഭയാ, ഇത് ശരിക്കുള്ള നിരാഹാര. അതെ, ഈ അന്നാസാരയുടെ ലൈനിൽ നീങ്ങിട്ട് വല്ല രക്ഷ ഉണ്ടാവോക്കില്ലേ? നടക്കോ നടക്കാതിരിക്കോ ചെയ്യട്ടെ. അവന് വേണ്ടിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ ചെയ്യുമോന്ന്. ഹർത്താൽ നടത്തിയാലും KC മാത്യൂസ് ചെയ്ത തെണ്ടിത്തരം നാട്ടുകാരറിഞ്ഞില്ലേ? ജോയി ചെയ്തതാ ശരി. അവന്റെ ലക്ഷ്യം തൃശ്ശൂരോ കേരളോ ഇന്ത്യയിലോ അവൻ പണ്ടേ പറയാറുണ്ടായിരുന്നു. മാത്രമല്ല ജോയ്മോന്റെ ഫസ്റ്റ് ബിസിനസ്സിൽ പാർട്ണർ കഴിഞ്ഞാൽ എനിക്ക് അഭിമാനമുള്ളൂ. എന്റെ പൊന്നുമോനാ ജോയി. അതിന് മാത്രം എന്തുണ്ടായിന്നാ JP പറയണേ? ആശുപത്രിക്ക് പുറപ്പെട്ട മുമ്പ് അനുഭവം ഉണ്ടല്ലോ. ദിവസങ്ങൾ ചെല്ലുന്നോറും ജനങ്ങൾ കൂടി വരും. ചാലിയാർ കയറിയങ്ങ് മെയ്യും. ബൈ ഇലക്ഷൻ നമ്മൾ തോക്കും, കോർപ്പറേഷനും കയ്യിൽ നിന്ന് പോവും. അവനെ റിലീസ് ചെയ്യാണ്ട് മാഷ് ഉപവാസം നിർത്തില്ല. ഇങ്ങനൊരു ഊച്ചാളിയുടെ മുമ്പിൽ തോൽക്കണോ JP? തോൽവി മുന്നോട്ടുള്ള വഴിയാണെങ്കിൽ അതിൽ കൂടെ നടക്കാൻ പിന്നെ എന്താടാ നാണക്കേട്? രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ടൊന്നുമില്ല. അത് നീ ആയാലും ഞാനായാലും.
മിടുക്കനാവൻ. മാഷിന്റെ ഉപവാസത്തിന്റെ ബഹളത്തിൽ ബൈ ഇലക്ഷൻ ജയിക്കാൻ വിചാരിക്കുന്ന KFC-കാർക്ക് നമ്മൾ കൊടുക്കാൻ പോണത് ഒരടിയാ. അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു തുറുപ്പ് ചീട്ട്. സമർത്ഥൻ, ഈ സമരം അവസാനിപ്പിക്കാൻ എന്താ നിനക്ക് വേണ്ടത്? പുറത്തു നടക്കണൊക്കെ നമ്മൾ അറിയണ്ട നേതാവേ. ഈ ബിസിനസ്സിൽ നമുക്കെന്താ നേട്ടം? നിന്റെ ബാങ്ക് ലോൺ പാർട്ടി ഏറ്റെടുക്കുന്നു. ദേവസ്വത്തിൽ നിന്നും പുണ്യാളൻ അഗർബത്തീസിന് വേണ്ട പെർമിഷൻ അതും ഞങ്ങൾ ഏൽക്കുന്നു. പകരം എനിക്ക് വേണ്ടത് ഈ വരുന്ന ബൈ ഇലക്ഷനിൽ നീ RIP സ്ഥാനാർത്ഥി. ഈ ഇലക്ഷൻ ജയിക്കാൻ നിന്നേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി ഇപ്പൊ എന്നെ മുന്നിലില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ ഇതോടുകൂടി മാഷിന്റെ ഉപവാസം തീരുന്നു, നിന്റെ പ്രശ്നങ്ങളും തീരുന്നു, ഞങ്ങളെ വലിയൊരു തലവേദനയും ഒഴിയുന്നു. ആലോചിക്ക, അവസരം ജീവിതത്തിൽ ഒരിക്കലേ വന്നിങ്ങനെ തട്ടി വിളിക്കും. ആലോചിക്ക. നമ്മുടെ മുമ്പിലേക്ക് ഓരോ പാത്രത്തിൽ വീഞ്ഞും വിഷവും വെച്ച് നീട്ടിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ വേറെ എന്തിട്ട് ഓപ്ഷനല്ല മാഷെ. അങ്ങനെ തിരഞ്ഞെടുക്കേണ്ട വഴിയാണോ പൊളിറ്റിക്സ്? കാലം അതല്ലേ മാഷെ. നമ്മൾ കാണുന്ന പുറത്തുള്ള കളികളുകൊണ്ട് ഇനിയുള്ള കാലത്ത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഈ തെണ്ടികളുടെ കൂടെ അകത്ത് നിന്ന് കയറി കളിക്കാൻ പറ്റിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണിത്. ജയിച്ച മിനിമം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഷുവറാ, നമ്മുടെ ബിസിനസ് അനുവിന്റെ പേരിലാക്കിയാ പോരെ? പുതിയ കാലത്തിന്റെ രാഷ്ട്രീയം എനിക്കത് മനസ്സിലാവില്ല കുട്ടി. ഞാൻ പുണ്യാളൻ അഗർബത്തീസ് എന്ന കമ്പനിക്ക് ഒരു പേരിട്ടതിന്റെ കാര്യം എന്താണെന്നറിയോ മാഷ്ക്ക്? ഇരിക്കട്ടെ ദൈവത്തിന്റെ ഒരു സപ്പോർട്ട്, അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. ആ കൈക്കൂലി കൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി മാഷെ. നമ്മുടെ കഷ്ടപ്പാടിനൊപ്പം നിൽക്കുകയും ആപത്ത് സമയത്ത് ഒരു കൈ തന്ന് സഹായിക്കുകയും ചെയ്യണോരാ ഒറിജിനൽ പുണ്യാളന്മാര്. ശരിക്ക് പറഞ്ഞാണ്ടല്ലോ മാഷെ, നിങ്ങളൊക്കെയാണ് ട്ടാ ആ ടീംസ്. ഞാനങ്ങട്ടെ മാഷെ, നാളെ നോമിനേഷൻ കൊടുക്കണം. ജയിച്ചു വെച്ചാ 1-2 കൊല്ലം കൊണ്ട് തൃശ്ശൂരിന്റെ ഫേസ് നമ്മൾ മാറ്റും. അത് ഞാൻ മാഷ്കാരനൊരു വാക്കാ. പാവം ഒടുക്കത്തെ വെള്ളടേയിരുന്നു, വയറുണ്ടല്ലേ.
പാർട്ടി കീഴ്വഴക്കനുസരിച്ച് KCയുടെ മരണത്തിൽ അനുശോചിക്കാൻ 24 മണിക്കൂർ ഹർത്താൽ ആഹ്വാനം ചെയ്യണ്ടേ? ഹർത്താൽ നടത്തിയിട്ട് എന്തുട്ട് അനുശോചിക്കാനാണ്ട? ഈ കീഴ്വഴക്കം എന്ന് പറയണതേ മാറ്റാനുള്ളതാ. നീ വായോ. പുണ്യാള നഗർബത്തീസിന്റെ നല്ല നടത്തിപ്പിന് എനിക്ക് താങ്ങും തള്ളായിട്ടുണ്ടായിരുന്നത് മാത്യൂസ് ചേട്ടനായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങള് 100 വൃക്ഷത്തൈകൾ അദ്ദേഹത്തിന്റെ പേരിൽ നടുന്ന ഈ സദാചാര ദിനം പുണ്യാള നഗർബത്തീസിന് സ്പോൺസർ ചെയ്യാൻ സാധിച്ചതില് ഒരു എന്താ പറയാ ഒരു നിയോഗമായിട്ട് ഞാൻ കാണുന്നത്. എന്ത് പറഞ്ഞാലും അവസാനം അവന്റെ ഒരു പുണ്യാള നഗർബത്തീസിലെത്തും. എനിക്കിതും സൈക്കിൾ ടോപ്പട്ട. നമ്മളെ മാത്യൂസ് ഏട്ടൻ പോയിട്ട് ഒരു ഹർത്താൽ പോലും നടത്താണ്ട് എന്തുകൊണ്ട് തൈനടൽ വാരാഘോഷം എന്നാ പറഞ്ഞേ? മാത്യൂസ് ഏട്ടന്റെ ആത്മാവ് ഇത് പൊറുക്കില്ലാട്ടാ. അവര് നടത്തറാ, അടുത്ത ഹർത്താൽ വരട്ടെ, നമുക്ക് വെട്ടി നിർത്താലോ. അവന്റെ ഒരു നവചിന്ത. ഹായ്, ഒന്നും മിണ്ടായിരിക്കിന്റെ പപ്പേട്ടാ. ജോയേട്ടൻ പറയണത് ശ്രദ്ധിക്ക്. ജോയ് ഏട്ടനാ? പാർട്ടി വക്കീലായതിന്റെ അഹങ്കാരം കണ്ടില്ലേ? മാത്യൂസ് ചേട്ടൻ പോയപ്പോണ്ടായ ആ വിടവ് നമുക്ക് ആർക്കും നികത്താൻ പറ്റില്ല. പുണ്യാളനാ? എനിക്ക് ക്രിസ്ത്യാനി പേരാ. ഇതെന്തൂട്ടത്? ഇവിടെ ജോയേട്ടനടാ പുണ്യാള നഗർബത്തീസിന്റെ കമ്പനി പ്രോപ്പർട്ടിയാ. ഗ്രീനു, ഉച്ചക്കത്തെ മീറ്റിംഗിന് വേണ്ട സ്റ്റോക്ക് ഉണ്ടല്ലോ അല്ലേ? കംപ്ലീറ്റ് ഓക്കെ ചേച്ചി. ആ അത് നമുക്ക് പൂരത്തിന് മുമ്പ് ശരിയാക്കാം. ഹായ്, നമ്മുടെ ബേബി മിസ്ട്രീറ്റിലിത് നോക്കിയേ. അതന്നെ മുതല് ജഡ്ജി സാറേ വാലുകോട്ടിലേടാ മനസ്സിലാവില്ലേട്ടാ. ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടാ? നിന്നൊക്കെ മറക്കാൻ പറ്റുവാ? എങ്ങനെയുണ്ടാ കാര്യങ്ങളൊക്കെ? പിന്നെ പൊളിക്കല്ലേ പുണ്യാള നഗർബത്തീസ്. ഞാനിപ്പോ നമ്മുടെ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻ മാനേജറാണ്. അത് ശരി. അപ്പൊ നീയടാ? ഞാൻ ചീഫ് ഓപ്പറേഷൻസ് മാനേജർ. അയ്യപ്പണ്ണാണ് നമ്മുടെ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് കളക്ടർ. വൈകിട്ടേക്ക് 2 ലോഡ് പിണ്ടം വേണം. ചെന്നൈക്ക് കയറ്റി അയക്കാനുള്ളതാണ്. സാറിന് നമ്മുടെ ഇടിവെട്ടി സാബുവിനെ ഓർമ്മയില്ലേ? ശരി പേരല്ലേ? ഇപ്പൊ നമ്മുടെ സ്വന്തം ആളാ. ഒരു കുഞ്ഞാടപ്പോ ദേ അവിടെ ഓടി ഓടി നടക്കണു. മുതലാളിക്ക് ഒരു നല്ല കാലം വരുമ്പോ അത് എല്ലാവർക്കും ഉണ്ടാവും പറഞ്ഞിട്ട് മുതലാളി വാക്കാ പാലിച്ചു. ഞെട്ടിച്ച് കളഞ്ഞല്ലോ ചെക്കൻ.